ശ്രീ ഗുരുഭ്യോ നമഃ. അധ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. ഓം കിം തസ്യ ലക്ഷണമസ്യ ച കതി ഗണനയേതി. ഓം തജ്ജ്യോതിഃ. ഓം തേനേദം പ്രജ്വലിതം. ഓം തദിദം സദസദിതി. ഓം ഭൂയോ അസദഃ സദസദിതി. ഓം സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം പൂർവം സദിദമനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ചേതി. ഓം ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ഏകൈകം രുദ്രത്വമാസീതിതി. ഓം ബ്രഹ്മൈവാഹം തദിദം ബ്രഹ്മൈവാഹമസ്മി. ഓം അദീദാഗാമിനോ രസത്വം യതഃ യദേതദന്വിച്ഛത. ഓം പരിമാണം തതഃ. ഓം സദസദോരന്യോന്യകാര്യകാരണത്വാത്. ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ. ഓം തദ്വത് തസ്മാത്. ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത്. ഓം സുഖൈകത്വാത്. ഓം വ്യാപകതയാ ദിശാമസ്തിത്വാത്. ഓം അണുമഹദവയവത്താരതമ്യസ്യാഭാവാത്. ഓം നസദോ അവ്യാപകത്വാത്. ഓം ആത്മാന്യത് കിഞ്ചിന്നാസ്തി. ഓം തസ്മാത് തസ്യ സത്വാച്ഛ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. തസ്മാത് തസ്യ സത്വാച്ഛ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അധ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ബ്രഹ്മൈവാഹം. ഓം കിം തസ്യ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ
ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവശ്രുതിശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്തംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. സജ്ജനങ്ങൾക്ക് ഏവർക്കും വന്ദനം. സത്സംഗത്തിലേക്ക് സമാഗതരായിരിക്കുന്ന ആത്മജിജ്ഞാസുക്കളേവരെയും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ചിന്തയ്ക്ക് വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത് 17ാമത്തെ സൂത്രമാണ്. വേദാന്ത സൂത്രത്തിലെ 17ാമത്തെ സൂത്രം തദ്വത് തസ്മാത്. ആ സൂത്രത്തിൻ്റെ 2ാമത് ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. ഓരോ സൂത്രവും ഗുരു നമ്മെ ആ അദ്വൈതത്തിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഒന്ന് മാത്രമേ ഉള്ളൂ, രണ്ടില്ല എന്നാണ് ഓരോ സൂത്രവും കൊണ്ട് ഗുരു സമർത്ഥിക്കുന്നത്. ഇവിടെ 17ാമത്തെ സൂത്രം പറയുന്നു തദ്വത് തസ്മാത്. എപ്രകാരമാണോ ഞാനും എൻ്റേതുകളും എന്നിൽ നിന്ന് ഭിന്നമല്ലാതിരിക്കുന്നത്, അതുപോലെ ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ സകലതും ബ്രഹ്മവസ്തുവിൽ നിന്ന്, സത്യവസ്തുവിൽ നിന്ന് അന്യമല്ല എന്നാണ് ചിന്തയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യവസ്തു തന്നെയാണ് നാമരൂപാത്മകമായി നമ്മുടെ മുന്നിലേക്ക് പ്രകടമായി കൊണ്ടിരിക്കുന്നത്. സത്യവസ്തുവിനെ തന്നെയാണ് നമ്മൾ കാണുന്നതും അറിയുന്നതും, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും ഒക്കെ. ചിന്തിക്കുന്നവനും സത്യവസ്തുവാണ്, ചിന്തിക്കുന്ന വിഷയവും സത്യമാണ്. എന്നിട്ട് പിന്നെ എന്തിനാ നമുക്ക് ദുഃഖം വരുന്നത്? സത്യവസ്തുവിന്റെ സ്വരൂപം ആനന്ദമാണെങ്കിൽ എല്ലാവരും ചുമ്മാ വെറുതെ ഒന്ന് ധ്യാനാത്മകമായി ഇതിനെ കേൾക്കുക. അക്കാഡമിക് ലെവലിൽ ഇരുന്ന് ബുദ്ധി കൊണ്ട് കേട്ട് അതിനെ വിഷമിക്കാതെ വെറുതെ ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫിലേക്ക് നമ്മളൊന്ന് വെറുതെ ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ ഗുരു പറയുന്നു ചിന്തിക്കുന്നവനും അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നവനും അറിയുന്നവനും അറിവിന് വിഷയമായവയും ഒരേ വസ്തു തന്നെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. അതിന് പരിഹാരം കാണണമെങ്കിൽ നമ്മൾ ഈ വഴിയിലൂടെ നമ്മുടെ ചിന്ത കൊണ്ടുപോകണം. അറിയേണ്ടത് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ബ്രഹ്മാത്മകമായ ചിന്തയിലാണ്. നമ്മളെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ നമുക്കറിയില്ല. ഇപ്പോൾ ഞാൻ അറിയപ്പെടുന്ന ഈ പ്രപഞ്ചവും ഒരു ബ്രഹ്മാനുഭവം തന്നെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് സത്യത്തിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. എല്ലാ ഭ്രമാനുഭവങ്ങളും അധിഷ്ഠാന സത്തയിൽ ഉണ്ടെന്ന് തോന്നുന്നതാണ്. അജ്ഞാനം കൊണ്ട് നമുക്കുണ്ടായ ഒരു മാനസിക വിഭ്രമം തന്നെയാണ് ഈ കാണുന്ന സകലതിനെയും സത്യമെന്ന് കരുതുന്നത്. അപ്പോൾ ആത്മാനാത്മ വിവേകം നമുക്ക് നടത്തേണ്ടതുണ്ട്. നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും അക്കാഡമിക് ലെവലിൽ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോഴും നമുക്കൊരിക്കലും നമ്മളെക്കുറിച്ചോ ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ ഉള്ള ബോധം നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വല്ലാതെ വിഷമിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ വല്ലാതെ വേദനിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഉറപ്പ് വന്നിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ആത്മാനാത്മ വിവേകം എന്ന കൃതിയിൽ ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്, ആത്മാവിന് എന്തുകൊണ്ടാണ് ദുഃഖമുണ്ടാവുന്നത്? ആത്മാവ് സുഖസ്വരൂപമാണ്. നമ്മുടെ അന്ധകരണത്തിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്ന ബോധാംശമാണല്ലോ ഓരോ ജീവനുകൾ. അത് എല്ലാ ക്ലാസ്സുകളിലും എടുത്തെടുത്ത് പറയുന്നതാണ്. ബോധാംശം നമ്മളിലേക്ക് പ്രതിബിംബിച്ചിട്ടുണ്ട്. നമ്മൾ ആ പ്രതിബിംബ ചൈതന്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആത്മാവിന് ദുഃഖമുണ്ടാകുന്നത്? നാം ശരീരമല്ല ആത്മാവാണെങ്കിൽ എന്തുകൊണ്ടാണ് ആത്മാവിന് ദുഃഖമുണ്ടാകുന്നത്? ആത്മനഹ കിം നിമിത്തം ദുഃഖം ഭവതി. ആത്മാവിന് എന്തുകൊണ്ട് ദുഃഖം ഉണ്ടാകുന്നു? അപ്പോൾ ഗുരു ശിഷ്യ സംവാദ രൂപത്തിൽ ഗുരു തന്നെ ചോദ്യവും ഉത്തരവും ചോദിക്കുകയാണ് അതിൽ. അപ്പോൾ അതിന് ഉത്തരം പറയുന്നുണ്ട്, ശരീര പരിഗ്രഹ നിമിത്തം. എന്തുകൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ശരീരത്തിൽ വന്നതുകൊണ്ടാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണത്.
ആത്മാവ് സുഖസ്വരൂപമാണെങ്കിൽ നമ്മൾ ഈ ശരീരത്തിലേക്ക് വന്നതുകൊണ്ട് ശരീര പരിഗ്രഹ നിമിത്തം എന്ന് പറയാം. ആത്മനഹ കിന്നിമിത്തം ദുഃഖം ഭവതി എന്ന് പറഞ്ഞാൽ ശരീര പരിഗ്രഹ നിമിത്തം, ശരീരം സ്വീകരിച്ചത് കൊണ്ടാണ്. അപ്പോൾ ശരീരത്തോടു കൂടിയ ആത്മാവിന് പ്രിയ അപ്രിയങ്ങളിൽ നിന്നും മാറി നിൽക്കാനാവില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം വിഷമിച്ചു പോകുന്നത്. എത്ര വേദാന്തം പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഊളിയിട്ട് മുഴുകി പോകുന്നത് എന്താന്ന് വെച്ചാൽ, ആത്മാവ് ശരീരത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ആത്മാവിന് പ്രിയ അപ്രിയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനാവില്ല എന്നാണ് വേദം പറയുന്നത്, ശ്രുതി പറയുന്നത്. കാരണം ഗുരു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, മനോമയമിതം സർവം. നമ്മൾ കാണുന്നതെല്ലാം മനസ്സാണ് പ്രപഞ്ചത്തിന്റെ ദൃശ്യങ്ങളായിട്ടും നമ്മളായിട്ടും ഒക്കെ നിൽക്കുന്നത്. മനോമയമിതം സർവം എന്ന് ദർശനമാലയിൽ ഗുരു പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ സംസാരത്തിന് കാരണമായിരിക്കുന്നത് മനസ്സാണ്. ഗുരു തന്നെ നമ്മളോട് പറഞ്ഞല്ലോ, കാണുന്നതെല്ലാം മനസ്സാണെന്ന്. മനസ്സാണ് രൂപം പകർന്നിരിക്കുന്നത് ഞാനായും പ്രപഞ്ച ദൃശ്യങ്ങളായും ഒക്കെ. അങ്ങനെയാണെങ്കിൽ സംസാരമായി ഭവിക്കുന്നത് മനസ്സാണ്. അപ്പോൾ മനസ്സിന് ബന്ധം സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? ആത്മാവും മനസ്സും സമാനത്വമാണല്ലോ ഇരിക്കുന്നത്. മനസ്സിലേക്കാണല്ലോ ബോധം. ശ്രദ്ധയോടെ മനസ്സിലാക്കണം. അന്ധകരണത്തിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്നു ബോധാംശമെങ്കിൽ മനസ്സിനും ആത്മാവിനും സമാനത്വം ഭാവിക്കയാൽ, സമാനത്വം വരികയാൽ ആത്മാവിനും ആ ബന്ധമുള്ളതുപോലെ തോന്നുന്നു. മനസ്സിലായെന്ന് തോന്നുന്നു. ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തത്കൃത ബന്ധം ഭവിക്കുന്നു. രാമായണമൊക്കെ പറയുന്നത് അതാണ്. ആത്മാവിന് എന്തുകൊണ്ടാണ് ദുഃഖം ഉണ്ടായത്? ശരീരം നശിക്കുന്നതാണെന്നറിയാം, ആത്മാവ് നശിക്കാത്ത അമൃത വസ്തുവാണെന്നും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ്, എത്രയൊക്കെ പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് പറയുന്നത്. ആത്മാവ് അന്ധകരണത്തിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്നത് കൊണ്ട് അന്ധകരണത്തിലൂടെ ആ ചൈതന്യം സാക്ഷി ചൈതന്യമായി നിൽക്കുമ്പോൾ ആത്മാവിന് ദുഃഖമുള്ളതുപോലെ തോന്നും. അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒരു സ്ഫടികത്തിന്റെ മുമ്പിൽ ചുമന്ന പുഷ്പം കൊണ്ടുവന്ന് വെച്ചാൽ ആ സ്ഫടികം ചുമന്നതായി തോന്നും, പക്ഷെ വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന. അത് അതിലേക്ക് അലിഞ്ഞു ചേരുന്നില്ലെങ്കിലും അലിഞ്ഞു ചേരുന്ന പോലെ അത് ചുമപ്പാണ് എന്ന ആ ഒരു ഭ്രമം നമുക്കുണ്ടാവും. അതുപോലെ തന്നെയാണ് ആത്മാവ് സാക്ഷി രൂപത്തിലാണ് നിൽക്കുന്നതെങ്കിലും ആത്മാവിന് ദുഃഖമുള്ളതുപോലെ തോന്നും. അത് ശരീരം സ്വീകരിച്ചിട്ട് ഉള്ളത് കൊണ്ടാണത്. അപ്പോൾ ബുദ്ധിയാദികൾ ചേരുമ്പോഴാണ് ആത്മാവിന് സംസാരബന്ധം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, 1000 തര ഉണ്ടായി മാറും അറിവുണ്ടായ മുന്നം ഇത് കണ്ടാടും അംഗമകവും കൊണ്ട്. ഇന്ദ്രിയങ്ങളും മനസ്സും കൊണ്ട്, ആ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് ഭൗതിക വിഷയങ്ങളിലേക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വ്യാപരിച്ചുകൊണ്ട് ആടുന്ന ആത്മാവിന് എന്തുകൊണ്ടാണ് ദുഃഖമുണ്ടാകുന്നത്? ശരീരം പരിഗ്രഹ നിമിത്തമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? പറഞ്ഞു വന്നത് ജനി നവരത്ന മഞ്ജരിയിൽ ഗുരു നമ്മളോട് പറഞ്ഞല്ലോ, എന്തുകൊണ്ട് 1000 തരം ഇരുളുന്നു. ചിത്തസങ്കല്പങ്ങളിൽപ്പെട്ട് ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് പുറമേയുള്ള വിഷയങ്ങളിലേക്ക് വ്യാപരിച്ചുകൊണ്ട് മനസ്സ് 1000 തരം ഇരുണ്ട് ആശയം പ്രതി ചുരുണ്ട മഹസ്സിലേക്ക് പോകുന്നു. ആ മനസ്സ് പിന്നെയും വരുന്നു, ജന്മം എടുക്കുന്നു, പിന്നെയും പോകുന്നു. അങ്ങനെ ഈ പോക്കുവരവുള്ളത് മനസ്സിനാണ്. അപ്പൊ ആ മനസ്സിനെയാണ് പിടിച്ച് നമ്മളിത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇങ്ങനെ പോക്കുവരവൊക്കെ നിർത്തി പോക്കുവരവില്ലാത്ത ആ സത്യത്തിലേക്ക് യാത്ര ചെയ്യണമെന്ന് നമ്മൾ ഇരുത്തി മനസ്സിനെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെയാണ് എല്ലാവരും ഇത് ചിന്തിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഗുരു പറഞ്ഞു, ഇരുണ്ടല്ല മഹസ്സിലേക്ക് മറയേണ്ടത്, ഇരുൾച്ചയൊക്കെ മാറ്റി തെളിവോടുകൂടിയാണ് ആ സത്യത്തിലേക്ക് നമ്മൾ ലയിക്കേണ്ടത്. അതാണ് നമ്മൾ ഓരോ സൂത്രം കഴിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പം നമ്മൾ പറഞ്ഞു, ആത്മാവിന് ദുഃഖമുണ്ടാകുന്നത് ശരീരം സ്വീകരിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം ശരീരം ദുഃഖഹേതുവാണ്. ശരീരത്തിൽ വന്നിട്ടുണ്ടോ ദുഃഖം നിശ്ചയമാണ്, സംശയമില്ല. ഇനി ദുഃഖമില്ലാതിരിക്കുന്നത് എപ്പോഴാ? നാം ശരീരമല്ല അറിവാണ് എന്നുള്ള ബോധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വന്നു പെടുന്ന ആ ദുഃഖങ്ങളെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതിനാണ് നമ്മൾ ആധ്യാത്മികമായി സഞ്ചരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം പറയുകയാണ്, ശരീര പരിഗ്രഹ കേന ഭവതി. എന്തുകൊണ്ടാണ് ശരീരത്തിൽ വരാൻ കാരണം?
നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടായിരിക്കും ശരീരത്തിൽ വരാൻ കാരണം. വാസന. അത് നമ്മൾ കർമ്മം എന്ന് പറയും അല്ലെ. കർമ്മം കൊണ്ടാണ്. കർമ്മമാണ് ശരീരം എടുപ്പിക്കുന്നത്. അപ്പോ പിന്നെ അടുത്ത ചോദ്യം ഗുരു തന്നെ ചോദിക്കുക, കർമ്മ കേന ഭവതി. കർമ്മം ഏത് കാരണം കൊണ്ടാണ് കർമ്മം ഉണ്ടാകുന്നത്? ഈ കർമ്മം എല്ലാവർക്കും ചെയ്യാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ കർമ്മങ്ങളിൽ കർത്തൃത്വവും ഭോക്തൃത്വവും വെച്ചുകൊണ്ട് രാഗദ്വേഷാദികളിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് നമുക്കത് വാസനയായിട്ട് വരികയും ജന്മത്തിന് കാരണമാകുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പറയാണ് കർമ്മ കേന ഭവതി. കർമ്മം എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ രാഗാദിഭ്യ, രാഗദ്വേഷാദികൾ കാരണവും കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദികളെ കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? കർമ്മം ഉണ്ടാകുന്നത്. ഇതൊന്നും ഇല്ലാത്തൊരു മനുഷ്യന് ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ഈശ്വരനിൽ സമർപ്പിതമായി ചെയ്യുന്നവന്റെ പ്രാരബ്ധ കർമ്മം പോലും, ആ പ്രാരബ്ധ കർമ്മം ഒടുങ്ങിയാൽ അവന് കർമ്മം ഉണ്ടാവില്ല, കർമ്മസഞ്ചയം ഉണ്ടാവില്ല. അപ്പോൾ അത് ഉപേക്ഷിക്കാൻ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. രാഗാദികളും കാമക്രോധാദികളൊക്കെ ഉപേക്ഷിക്കണമെങ്കിൽ ഒത്തിരി 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 നമ്മൾ ആത്മീയമായി ആഴത്തിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. ഒത്തിരി കഠിനമായ തപം ചെയ്യേണ്ടതുണ്ട്. തപസ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ അത് പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ പറയാണ് ഇനി പിന്നെ അടുത്ത ചോദ്യമാണ് രാഗാദേഹ കസ്മാത് ഭവതി. ഇപ്പോൾ ആത്മാവിന് ദുഃഖം ഉണ്ടാവുന്ന ശരീരം സ്വീകരിക്കുന്നത് കൊണ്ടാണ്. ശരീരപരിഗ്രഹം എന്തുകൊണ്ടാണ് വന്നത്? കർമ്മം കൊണ്ടാണ്. കർമ്മം എങ്ങനെ ഉണ്ടായി? രാഗദ്വേഷാദികളെ കൊണ്ടാണ്, കാമക്രോധാദികളെ കൊണ്ടാണ്. ഇനി ഈ രാഗാദികൾ കാമാദികളൊക്കെ എങ്ങനെ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണെങ്കിൽ രാഗാദേഹ കസ്മാത് ഭവതി, കാമക്രോധാദേഹ കസ്മാത് ഭവതി. എന്തിൽ നിന്നാണ് ഉണ്ടായത്? അഭിമാനാത്. അഭിമാനത്തിൽ നിന്ന്, ഞാൻ എൻ്റേത്, അഹന്തയും മമതയും അല്ലെ, ഓരോന്നിലും വെച്ച് പുലർത്തുമ്പോഴാണ് നമുക്കിഷ്ടമുള്ളവയോട് രാഗവും ഇഷ്ടമില്ലാത്തവരോട് വെറുപ്പും ഒക്കെ നമ്മൾ വെച്ച് പുലർത്തുന്നത്. ഈ അഭിമാനിത നമുക്ക് വരുമ്പോഴാണ്. അത് മനുഷ്യ ശരീരം സ്വീകരിച്ചിട്ടുള്ള മനുഷ്യർക്ക്, സത്യം അറിയാത്തവർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. സത്യം പഠിച്ചാൽ പോരാ, ബുക്കിൽ പഠിച്ചാൽ പോരാ, അനുഭവമാകാത്തവർക്ക് എല്ലാവർക്കും വരണതാണ് രാഗാദികൾ. അപ്പോൾ അഭിമാനിതയിൽ നിന്നാണ് രാഗാദികൾ ഉണ്ടാകുന്നത്. പിന്നെ ചോദ്യം അഭിമാനഃ കസ്മാത് ഭവതി. ഈ ഞാനൊന്നും എൻ്റേതും എന്നൊക്കെയുള്ള തോന്നാൻ കാരണം എന്താ? നമുക്ക് റൂട്ട് അന്വേഷിക്കണമല്ലോ. നമ്മുടെ ശരീരം വരാൻ കാരണം എന്ത്? എവിടുന്നാ തുടക്കം? ഷുവറായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ പറയാണ് അഭിമാനം എവിടുന്നാണ് ഉണ്ടാവണത്? ഞാൻ എൻ്റേതെന്നുള്ള അഭിമാനം എവിടുന്നാണ് ഉണ്ടാകണേ? എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടാവണത്? അജ്ഞാനാത്. അവിടെയാണ് കിടക്കുന്ന കാര്യം. നമ്മൾ ഇരുട്ടിൽ നിന്ന്, ഇരുട്ടിന്റെ സന്തതികളായിട്ടാണ് ഈ ലോകത്തേക്ക് വന്നത്. അജ്ഞാനത്തിൽ നിന്നാണ് ഓരോ ജന്മവും ഉദിക്കുന്നത്. ഇവിടെ പറയാണ് അജ്ഞാനാത്, അജ്ഞാനത്തിൽ നിന്നാണ്. ഒരു പറയില്ല ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാ. അപ്പോൾ അജ്ഞാനത്തിൽ നിന്നാണ് ഈ അവിവേകം ഉണ്ടായത്. അതായത് ഞാൻ ശരീരമാണ്, ഇക്കാണുന്നതെല്ലാം എൻ്റേതാണ് എന്നുള്ള അജ്ഞാനം. ഇതിനെല്ലാം അതീതമായിട്ടുള്ള സത്യമുണ്ടെന്നറിയാതെ ഈ ഭൗതികതയെ താലോലിച്ച് ഇതാണ് സത്യമെന്ന് കരുതുന്ന ആ ഒരു അജ്ഞാനം, അതിൽ നിന്നാണ് നമുക്ക് അവിവേകമുണ്ടായത്. അപ്പോൾ പറയുകയാണ് അവിവേകം എന്ന് പറഞ്ഞാൽ സത്തും അസത്തും, ഉള്ളതും ഇല്ലാത്തതും, നന്മയും തിന്മയും, അല്ലെങ്കിൽ സത്യമായതും അസത്യമായതിനെയും തിരിച്ചറിയായിക്കാണ് അവിവേകം എന്ന് പറയുക. അവിവേകം ഉണ്ടാവുന്നത് അജ്ഞാനത്തിൽ നിന്നാണ്, പരമസത്യത്തെ അറിയാത്ത ഇരുട്ട്. അതുകൊണ്ടാണ് അരായുകിൽ അന്ധത്വമൊഴിച്ചാതി മഹസ്യൻ, നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് ആശാൻ പാടിയത്. ഈ അന്ധത്വം, ഈ അജ്ഞാനം മാറ്റിയിട്ട് ആദിമഹസ്സിലേക്കുള്ള നേരാം വഴി കാട്ടിയ ഗുരുവല്ലോ ഞങ്ങൾക്ക് പരദൈവം എന്ന് ആശാൻ പാടിയത്. അതാ ഈ ഇരുട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ചോദ്യമാണ്. ചോദ്യങ്ങൾ ചോദിച്ച് അവസാനം എത്തുകയാണ് അജ്ഞാനം കേന ഭവതി. അജ്ഞാനം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അവിടെയാണ് ഉത്തരവില്ല. അനിർവചനീയം. എന്ന കേനാവി, എന്ത് കാരണം കൊണ്ടാന്ന് പറയാൻ പറ്റുന്നില്ല. കഴിവില്ല എന്നും അതുകൊണ്ട് എനിക്കെന്ന് ഗുരു പറഞ്ഞ പോലെ അത് അനിർവചനീയമാണ്.
അതിന് ഉത്തരം ഒന്നുകൊണ്ടുമാണെന്ന് അജ്ഞാനത്തിന് കാരണം എന്തെന്ന് നമുക്ക് പറയാനാവില്ല. അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കും. സത്യത്തിലൂടെ സഞ്ചരിച്ച് അതിനെ മാറ്റി സത്യത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അജ്ഞാനത്തിന് കാരണം എന്തെന്ന് അനിർവചനീയമാണെന്ന് മഹാഗുരുക്കന്മാർ പറയുന്നു. ഗുരു തന്നെ നമ്മളോട് എത്രയോ കൃതികളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയാനാവുന്നില്ല, ഇത് അനിർവചനീയമാണ് എന്ന് ഗുരു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ അജ്ഞാനത്തിന് ഒരു നിർവചനം വന്നിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അജ്ഞാനം നാമ അനാദി, ആദി ഇല്ലാത്തതാണ്. അജ്ഞാനത്തിന് ആദി ഉണ്ടെന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിന് കാരണം എന്താന്ന് ചോദിച്ചു പോകും. അജ്ഞാനത്തിന്റെ കാരണം പറയുമ്പോൾ ഇവിടെ അജ്ഞാനം കാര്യമായി മാറും. അപ്പോൾ അനാദി എന്നുള്ള മഹാഗുരുക്കന്മാരുടെ വാക്കുകൾ അവിടെ യോജിക്കാതെ പോകും. അതുകൊണ്ട് ഇവിടെ പറയാണ് അജ്ഞാനം നാമ അനാദി. ഈ അജ്ഞാനമാണ് നമ്മുടെ ജന്മത്തിന് കാരണമായി വരുന്നത്. ഇവിടെ നമ്മൾ സഞ്ചരിച്ച് ചോദ്യം ചോദിച്ച് ആരാഞ്ഞ് എത്തിച്ചേരുമ്പോൾ നമ്മൾ എത്തുന്നത് ഈ അജ്ഞാനത്തിലാണ്. അജ്ഞാനം എന്ന് പറഞ്ഞ അനാദിയാണ്. തുടക്കം എവിടെയെന്ന് അറിയില്ല, ഒടുക്കം പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ സത്യം അറിഞ്ഞ് രക്ഷപ്പെട്ടാൽ ഇതിൻ്റെ ഒടുക്കമായി. പക്ഷെ അനാദിയാണത്, ആദിയില്ല. സദസഭ്യാം അനിർവചനീയം, സത്തെന്നോ അസത്തെന്നോ പറയാൻ പറ്റില്ലാത്തതും ആദിയില്ലാത്തതും ത്രിഗുണാത്മകം സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയതും ജ്ഞാനവിരുദ്ധ ഭാവത്തോടു കൂടിയതും ഭാവരൂപം എന്നാൽ ഉണ്ട് എന്ന് തോന്നുന്നതുമായ യത് കിഞ്ചിതി വദന്തി. ആ നിർവചനത്തിൽ പോലും ഒരു അനിർവചനീയതയുണ്ട്. അങ്ങനെയുള്ള എന്തോ എന്ന് ആണ് ആചാര്യസ്വാമികൾ അജ്ഞാനത്തിന് നിർവചനം കൊടുത്തിരിക്കുന്നത്. ഈ അജ്ഞാനത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാവരുടെയും ജന്മം. എത്രയോ ജന്മങ്ങളായി നമ്മളിങ്ങനെ ഓരോ ഗർഭപാത്രങ്ങളിൽ ജനിച്ചും മരിച്ചും കടന്നു പോകുന്നു. ഇപ്പോൾ ഈ ഒരു ജന്മത്തിൽ ഈ ഒരു ശരീരം കിട്ടിയപ്പോൾ നാം എന്തോ മുജ്ജന്മ സുഹൃതം കൊണ്ട് നമ്മുടെ ജന്മത്തിന് കാരണം തിരക്കുന്നവരെ എങ്കിലും നമ്മളുടെ ചെവി എത്തി. അത്ര വരെയൊക്കെ ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നു. അതൊക്കെ എത്ര വലിയ പുണ്യമാണ്, ഭാഗ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊന്നും മനസ്സിലാകണ്ട. പക്ഷേ എൻ്റെ ജന്മത്തിന് കാരണം ഈ അജ്ഞാനമാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞു പോയാൽ മതി. ബാക്കി വിത്തിട്ടിട്ടുണ്ട്, മുളച്ചോളും. അതിന് ഗുരു തന്നെ കൂട്ടായി വരും, സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് സത്യമറിയായിക കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഗുരുവിൻ്റെ വേദാന്ത സൂത്രം പോലെയുള്ള കൃതികൾ നമ്മൾ പഠിച്ച് മറ്റൊരാളെ പഠിപ്പിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഇത് പഠിച്ച് ഞാനൊരു ജ്ഞാനിയാവുക എന്നോ പണ്ഡിതനാവുക എന്നൊന്നുമല്ല ഇതിൻ്റെ ഉദ്ദേശം. നമുക്ക് ഒന്ന് രക്ഷപ്പെടണം. ദുഃഖാത്മകമായ ഈ ശരീരത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം. ഇരുട്ടാർന്ന ഈ ലോകത്ത് നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടണം. തെളിമയുള്ള സുഖകരമായ സന്തോഷവും സുഖവുമുള്ള ആനന്ദ സ്വരൂപത്തിലേക്ക് നമുക്കൊന്ന് ലയിക്കണം. അതായിരിക്കണം ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആ സത്യത്തിൽ നിന്നുണ്ടായതെല്ലാം അത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെ എടുത്ത് പരിശോധിച്ചാലും അവയ്ക്കൊന്നിനും ബ്രഹ്മഭിന്നമായ നിലനിൽപ്പില്ല. ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ല. ഏതൊരു കുഞ്ഞടുവിനെ എടുത്ത് പരിശോധിച്ച് ചെന്നാലും ചെന്നെത്തി നിൽക്കുന്നത് ആ സ്പന്ദനത്തിലാണ്. പഞ്ചഭൂത മൂല തന്മാത്രയിലാണ്. 5 ഭൂതങ്ങളും ഒരുമിച്ച് 5 എലമെന്റ്സും ഒരുമിച്ച് ചേർന്നിട്ടുള്ള സ്പന്ദിക്കുന്ന തന്മാത്രയിലാണ് നമ്മൾ എത്തിച്ചേരുക. അതിന് കാരണമായിരിക്കുന്നത് ജഗദീശ്വരനുമാണ്. അപ്പോൾ ഏത് വസ്തു പ്രപഞ്ചത്തിൽ എടുത്തു നോക്കിയാലും ബ്രഹ്മഭിന്നമായ ഒരു അസ്തിത്വം അതിനില്ല എന്ന തത്വത്തിലായിരിക്കും നാം എത്തുക. അത് എപ്പോൾ മാത്രമാണെന്ന് വെച്ചാൽ തിരയണം, അന്വേഷിക്കണം. തിരയാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പാടി പുകഴ്ത്തിക്കൊണ്ട് നടക്കും. എൻ്റെ ശരീരത്തെക്കുറിച്ചും എൻ്റെ സ്വത്തിനെക്കുറിച്ചും എൻ്റെ മക്കളെക്കുറിച്ചും എൻ്റെ സാമൂഹിക സ്റ്റാറ്റസിനെ കുറിച്ചും ഒക്കെ പാടി പുകഴ്ത്തിക്കൊണ്ട് നടക്കും. വെറും നശ്വരമായതിനെക്കുറിച്ച് സംസാരിക്കണത്. ശാശ്വതമായതിനെക്കുറിച്ച് സംസാരിക്കുന്നവരെ ഈ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അത് കോടി ആളുകളിൽ ഒരാളെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള പോലും സംശയമാണ്.
അവിടെ കുറേ പേരൊക്കെ ഇപ്പോൾ ഏകദേശം ഇത്രയും ആളുകൾ ഗഹനമായ ഗുരുവിൻ്റെ ആ ദാർശനിക ദർശന ഗരിമയിലേക്ക് സഞ്ചരിക്കുന്ന രീതിയിൽ ആ 100 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ ദർശനം മനുഷ്യ മനസ്സുകളിലേക്ക് പ്രകാശം ചൊരിയുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് ഇത്രയും പേര് ഗുരുവിൻ്റെ വേദാന്ത സൂത്രത്തിൻ്റെ ശ്രോതാക്കളാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിത്ത് മുളയ്ക്കണം, കേട്ടത് സൂത്രമെങ്കിലും ചൊല്ലിക്കൊടുത്ത് അതിൻ്റെ അർത്ഥമെങ്കിലും ചൊല്ലിക്കൊടുക്കുന്ന രീതിയിൽ ഓരോരുത്തരും ഒരാളെയെങ്കിലും ഈ സൂത്രം പഠിപ്പിക്കുക. അപ്പം 100 പേര് പഠിച്ചാൽ 200 പേര് പഠിച്ചാൽ തുല്യാവില്ലേ? അങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് ചൊല്ലാനൊക്കെ പഠിപ്പിക്കുക. നമ്മൾ ഇടപഴകുന്ന നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ കുടുംബ സംഗമങ്ങളിലോ നമ്മുടെ മൈക്രോ യൂണിറ്റുകളിലോ അല്ലെങ്കിൽ കുടുംബ യൂണിറ്റുകളിലോ ഒക്കെ ഗുരു ഇങ്ങനെ ഒരു വേദാന്ത സൂത്രം എന്ന കൃതി രചിച്ചിട്ടുണ്ടെന്നും സർവവേദ സംഗ്രഹമായ പരമഋഷിയായ ഗുരു അത് ഈ ലോക രഹസ്യത്തെ ഒരു 24 സൂത്രങ്ങളിലാക്കി ഗുരു ശാശ്വതമായ സത്യത്തെ നമുക്ക് വേദത്തെ ആകെ നമുക്ക് ചുരുക്കി തന്നിട്ടുണ്ടെന്നും ആ സൂത്രം ഇങ്ങനെയൊക്കെയാണെന്നും ഒക്കെ ഒന്ന് ചൊല്ലിക്കൊടുക്കുക. അങ്ങനെയെങ്കിലും കുറേ പേരുടെ ചെവിയിലേക്കൊക്കെ എത്തട്ടെ. അത് അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാവുന്ന നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് തിരയുമ്പോൾ മാത്രമാണ് ആ പരമസത്യം തന്നെയാണ് സകലതുമായി ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഗുരു പറഞ്ഞത് കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിൽ എല്ലാം. അല്ലേ? കരണം എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാലോ, അന്ധകരണം എന്ന് ഗ്രഹിച്ചോളണം. അന്ധകരണം എന്ന് പറയുമ്പോൾ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് എടുത്തോളണം. കരണം എന്ന് എവിടെ കേട്ടാലും അന്ധകരണം. അന്ധകരണം 4 ഘടകങ്ങളായിട്ട് വേദാന്ത ശാസ്ത്രം പറയും. മനസ്സ്, ബുദ്ധി, ചിത്തം, അന്ധകരണം. ചിത്തം എന്താ പറയുക, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പം അതിനകത്ത് ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. കളേബരം എന്ന് പറഞ്ഞ ശരീരം. അപ്പോൾ ഇന്ദ്രിയവും മനസ്സും ശരീരവും കൊണ്ട് നമ്മൾ തൊട്ടറിയും അനേക ജഗത്തെ, എത്ര അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ നമ്മൾ അറിയുന്ന സകലതും ഓർക്കിൽ എല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ്. ഇതെല്ലാം ഉദിച്ചത് നമ്മൾ നേരത്തെ മനസ്സെന്ന് പറഞ്ഞ പോലെ ആ പരമ്പൊരുളിൻ്റെ പ്രതിബിംബമാണ് നമ്മളിലേക്ക് പ്രതിഭാസിച്ചിരിക്കുന്നതെങ്കിൽ ഇതെല്ലാം നമ്മളിൽ നിന്ന് തന്നെയാണ് പ്രകാശിച്ചത്. ആ പരവെളി തന്നിലുയർന്ന ഭാനുമാന്റെ തിരുവുരുവാണ്. കാണുന്നവൻ നീ തന്നെയാണ്, ദൃക്ക് നീ തന്നെയാണ്. ആ നിന്നിൽ നിന്ന് തന്നെയാണ് ഈ പ്രപഞ്ച കാഴ്ചകൾ മുഴുവനും വന്നത്. നീ ആ പരമമായ ചൈതന്യം തന്നെയാണ്. പരവെളി തന്നിലുയർന്ന ഭാനുമാന്റെ ആ ഹൃദയാകാശത്തിൽ നിന്ന് ഉദിച്ചുയരുന്ന ആ ആത്മസൂര്യന്റെ തിരുവുരു തന്നെയാണ്, ശരീരം തന്നെയാണ് കാണുന്നതെല്ലാം എന്ന് നമുക്ക് തിരഞ്ഞു തേറിടണം, അന്വേഷിച്ച് മനസ്സിലാക്കണം എന്ന ഗുരു പറയുന്നത്. എത്രയോ ശ്ലോകങ്ങൾ ഗുരു ഈ ആശയം വരുന്ന ശ്ലോകങ്ങൾ ആത്മോപദേശ ശതകത്തിലൂടെയും പിന്നെ സ്തോത്രകൃതികളിലൂടെയും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ദാർശനികവും സ്തോത്രവുമായ കൃതികളിലൂടെയൊക്കെ സദാശിവ ദർശനമൊക്കെ പറയുമ്പോൾ ശരിക്കും ഈ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളൊക്കെ ഗുരു വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്തോത്രമൊന്നും മാറ്റിവെക്കാൻ പറ്റേയില്ല അതിനൊന്നും. അത്ര ദാർശനിക ഗരിമയുള്ളതാണ് ഗുരുവിൻ്റെ സ്തോത്രകൃതികളെല്ലാം തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു സൂത്രം പഠിക്കാൻ പോകുന്നുണ്ട്, സുഖേകത്വാദം എന്നുള്ള സൂത്രം. അവിടെ ആത്മാവ് സുഖസ്വരൂപമാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. നമുക്ക് അത് അന്നേരം പറയാം. അപ്പോൾ തന്നിലെ പൊരുളായിരിക്കുന്ന സത്യത്തെ അറിയാതെ നമ്മളിപ്പോൾ എന്താ ചെയ്യണേ? സത്യത്തെ ശാസ്ത്രങ്ങളിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ശാസ്ത്രത്തിൽ പറയുന്ന സത്യം വേറെ, ഞാൻ വേറെ എന്ന ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നത്. തന്നിലിരിക്കുന്ന സത്യത്തെയാണ് ശാസ്ത്രത്തിലേക്ക് പറയുന്നത് എന്ന് മനസ്സിലാകാതെ നമ്മൾ അവിടെ കിടന്ന് വട്ടം തിരിയുക. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ മതി, നമുക്കിതൊന്നും മനസ്സിലാകണില്ല ഗുരു, എനിക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഗുരു എന്തായിരിക്കും നമ്മളോട് ചോദിക്കുക? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിന്നിലേക്ക് തിരയാൻ, എന്നിട്ട് നീ ഇപ്പോൾ എപ്പോഴും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, എന്നിൽ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഗ്രന്ഥങ്ങളിൽ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലാവുക? പിന്നെ എങ്ങനെ നമുക്ക് ദുഃഖം മാറുക? ദുഃഖം മാറണമെങ്കിൽ തീർച്ചയായും നാം ഈ കൂട്ടിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ ആസക്തിയൊക്കെ ഒന്ന് വിട്ടേ പറ്റൂ. മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് വിടാനായിട്ട് സാധിക്കണം. സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ സത്യത്തിൻ്റെ പുറകെ ഒന്നും സഞ്ചരിക്കാൻ പറ്റില്ല. ഈ സത്യത്തിന് നമുക്ക് അനുസന്ധാനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയെങ്കിലും നമുക്കൊരു
ഒരു ഉറപ്പ്, ധീരത്വം നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. പലരും തളർന്നു പോകും, ഒരു കുഞ്ഞു കാര്യത്തിന് പോലും തളർന്നു പോകും. അങ്ങനെ ആകരുത്. ധീരനാവണം. ധീരനായാൽ മാത്രമേ നമുക്ക് സത്യവഴിയിലൂടെ സഞ്ചരിക്കാനും ജീവിത പ്രതിസന്ധികളെ ധീരതയോടെ നേരിടാനും ഒക്കെ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ മറുവശത്തിരുന്ന് ശ്രോതാക്കളായിരിക്കുന്ന പലരുടെയും ജീവിതങ്ങളിലെ ചെറിയ ചെറിയ ദുഃഖങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ അതൊരു കുന്നോളം ദുഃഖമാണ്. പക്ഷെ എന്നാലും ഈ കിട്ടുന്ന ആനന്ദ നിമിഷങ്ങളെ അവർ തന്നിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് വന്നിരിക്കുന്നവരുണ്ട്. ദുഃഖത്തിൻ്റെ കൂമ്പാരം വെച്ചുകൊണ്ടാണ്. അപ്പോഴും ആ ഒരു അനുഗ്രഹമാണ് അതെ ഇത് കേൾപ്പിക്കുന്നത്. ശരീരത്തിന് എന്തെല്ലാം ദുഃഖം വന്നാലും ഭൗതിക ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങൾ കൂടുതൽ തരുമ്പോഴും നമ്മളെ അത് തെളിയിച്ച് ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നതിനാണ് ആ കടുത്ത അനുഭവങ്ങൾ നമുക്ക് തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഭട്ടതിരിപ്പാട് പറഞ്ഞ പോലെ, അല്ലയോ രോഗമേ, നീയാണ് എൻ്റെ ബന്ധു എന്ന് അവസാനം പറയുക. കാരണം എനിക്ക് വാതരോഗം വന്നുകൊണ്ടാണല്ലോ ഞാൻ ഇരുന്ന് നിന്നെ സ്തുതിച്ച് രോഗം മാറ്റാൻ പ്രാർത്ഥിച്ച് അവസാനം ഞാൻ എന്തെത്തി? ഈ ശരീരമാണ് ദുഃഖത്തിന് കാരണമെന്ന് കണ്ടെത്തിയിട്ട് ശരീരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ എന്തു പറഞ്ഞു? ഈ ശരീരം ആണ് സത്യമെന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ ദുഃഖത്തിൽ പതിച്ചു പോയതെന്നും ഈ ശരീരം വെറും ക്ഷണികവും നശ്വരമാണെന്നും ഒന്നില്ലെങ്കിൽ കത്തിച്ച് കളയാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികൾക്ക് ഭക്ഷണമാകാനുള്ള ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും നാൾ ഭഗവാനോട് യാചിച്ചത്. ഞാൻ ആ സത്യത്തെ അറിഞ്ഞില്ലല്ലോ, മറന്ന് സഞ്ചരിച്ചല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രോഗമേ, നീയാണ് എന്നെ ഈ സത്യത്തിലേക്ക് അടുപ്പിച്ചതെന്ന് പറയും. ഇതൊക്കെ നമുക്കൊരു പാഠമാണ് അതൊക്കെ. കാരണം നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ ഭഗവാനെ എനിക്ക് മാത്രം ഇത്ര ദുഃഖം എന്ന് ചോദിക്കുമ്പോൾ പറയണത്, ദുഃഖങ്ങൾ എപ്പോഴും നമ്മളെ തെളിയിക്കാനാണ്. കൂടുതൽ ദുഃഖം വരുന്നത് കൂടുതൽ ഈശ്വരന് ഇഷ്ടമുള്ളവർക്കാണ് നമ്മൾ പറയാറില്ലേ. കാരണം അത് അവരെ ഈശ്വരനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ദീനമായ വിലാപങ്ങളില്ലാതെ സങ്കടങ്ങളില്ലാതെ സന്തോഷത്തോടു കൂടി നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സമയം സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുക. അറിയാവുന്നതും അറിയാൻ സാധിക്കുന്നതും പഠിക്കാൻ സാധിക്കുന്നതും ഒക്കെ ആയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ബുദ്ധി കൊണ്ട് കിട്ടാത്തതിന് വിട്ടുകളയുക. നമുക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്നത് മാത്രം ഗ്രഹിച്ചുകൊണ്ട് ശാന്തമായി മുന്നോട്ട് പോവുക. പഠനം ഒരു ഭാരമാക്കി വെക്കരുത്. അതുകൊണ്ട് മനസ്സിന് സന്തോഷം കിട്ടിയില്ലെങ്കിൽ അത് വിട്ടുകളയണം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, തന്നിൽ പൊരുളായിരിക്കുന്ന സത്യത്തെ അറിയാതെ ശാസ്ത്രങ്ങളിൽ മാത്രം സത്യത്തെ തിരയാതെ തന്നിലേക്ക് ഈ സത്യം ഒന്ന് സങ്കല്പിച്ചൊക്കെ മനസ്സിലാക്കണം. ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ പറയുക, അധ്യാത്മശാസ്ത്രം പറഞ്ഞ പോലെ തൻ്റെ കഷ്ടത്തിലിരിക്കുന്ന ആട്ടിൻകുട്ടിയെ കിണറ്റിൽ തിരയുന്നത് പോലെ, തൻ്റെ കണ്ണിലിരിക്കുന്ന കണ്ണടയെ ഷെൽഫിലൊക്കെ പോയി തിരയുന്നത് പോലെയാണ് നമ്മളിപ്പോൾ ശാസ്ത്രങ്ങളിൽ ആത്മാവിനെ തിരയുന്നതും സത്യത്തെ തിരയുന്നതും ഒക്കെ. ഇത് നമ്മളിലാണ് തിരയേണ്ടത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഗുരുക്കന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സർവം ഖൽവിദം ബ്രഹ്മ എന്ന സത്യത്തെ ഓർമ്മിപ്പിക്കുന്ന സൂത്രമാണ് തദ്വത് തസ്മാത്. തദ്വത് അതുപോലെ തന്നെ, തസ്മാത് അതിൽ നിന്നുണ്ടായതെല്ലാം അത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ആ സർവം ഖലു ഇതം ബ്രഹ്മ, സർവം ഖലു എല്ലാതും ഇതം ബ്രഹ്മ, ഈ ബ്രഹ്മം തന്നെയാണല്ലോ എന്ന സത്യത്തെ ഉറപ്പിക്കുന്നതാണ് ഗുരുവിൻ്റെ, ആ ഏകാത്മകതയെ ഉറപ്പിക്കുന്നതാണ് ഗുരുവിൻ്റെ തദ്വത് തസ്മാത് എന്ന സൂത്രം. അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിൽ, നമ്മൾ പെട്ടിരിക്കുന്ന ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ആദ്യം ഓർക്കണം, ഒരു ഭ്രമാനുഭവമല്ലാതെ മറ്റൊന്നുമല്ലത്. കുറച്ചൊക്കെ ജീവിതത്തിൽ ഇരുത്തം വന്നവർക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം, ഇത് എല്ലാം ഒരു ഭ്രമം തന്നെയായിരുന്നു. എത്രയോ ഭ്രമിച്ചു നമ്മൾ, ഇതൊക്കെ വാരിക്കൂട്ടാൻ ഓടി, എന്തെല്ലാം സ്വന്തമാണെന്ന് കരുതി അല്ലേ. പലതും നമ്മളിൽ നിന്ന് അകന്ന് പോകുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം എത്ര ഭ്രമാത്മകമായിട്ടാണ് ചേർത്ത് പിടിച്ചിരുന്നതെന്ന്. അപ്പോൾ എല്ലാ ഭ്രമാനുഭവങ്ങൾക്കും പരമകാരണമായ ഒരു അധിഷ്ഠാന സത്തയുണ്ട്. ആ അധിഷ്ഠാന സത്തയിലാണ് എല്ലാ ഭ്രമാനുഭവങ്ങളും ഉണ്ടായി നിലനിന്നും മറഞ്ഞു പോകുന്നത്.
അപ്പോൾ നമ്മൾ കയറുണ്ടായിട്ടാണല്ലോ നമ്മൾ അതിൽ പാമ്പിനെ കണ്ടതും പേടിച്ചതും വെളിച്ചം വന്ന് നോക്കിയപ്പോൾ കയറ് മാത്രമാണ് പാമ്പില്ല എന്നറിഞ്ഞതും. അപ്പോൾ കയറെന്ന അധിഷ്ഠാനത്തിലാണ് നമ്മൾ തെറ്റായി ഭ്രമിച്ചത്. മരുഭൂമി എന്ന അധിഷ്ഠാനത്തിലാണ് നമ്മളവിടെ ജലം ഉണ്ടെന്ന് കരുതുകയും നമ്മൾ വെള്ളം കുടിക്കാൻ ഓടുകയും ആപത്തിൽപ്പെടുകയും തളർന്ന് ക്ഷീണിച്ച് വീണ് മരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നവർ വരെയുണ്ട്. മൺപേടകളൊക്കെ അങ്ങനെ മരിച്ചു വീഴുന്നുണ്ട് ജലഭ്രമത്തിൽപ്പെട്ട്, അല്ലെ? മരീചികയെ കണ്ടിട്ട് അവിടെ ജലഭ്രാന്തിയിൽ ഓടുന്നവരുണ്ട്. അപ്പോഴും മരുഭൂമി എന്ന അധിഷ്ഠാനത്തിലാണ് ആ ജലഭ്രമം വന്നത്. അതുപോലെ ബ്രഹ്മം എന്ന അധിഷ്ഠാനത്തിലാണ് ഈ പ്രപഞ്ചം നമ്മൾക്ക് ഉണ്ടെന്നതുപോലെ പ്രതിഭാസിക്കുന്നത്. ബ്രഹ്മാധിഷ്ഠാനത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചവും എപ്രകാരമാണോ കയറിലെ സർപ്പം പ്രതീതിയായത്, അതുപോലെ ബ്രഹ്മാധിഷ്ഠാനത്തിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചവും പ്രതീതിയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സൂത്രവും നമ്മൾ പഠിച്ചു പോകുമ്പോൾ അതിൻ്റെ ആ ആഴത്തിലേക്ക് തന്നെ നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുക, തദ്വത് തസ്മാത് എന്നാണ് നമ്മുടെ സൂത്രം. അതിനകത്ത് നമുക്ക് ദൈവദശകത്തിൽ ഗുരു പറയുന്നത് പോലെ ആ എണ്ണിമാറ്റൽ പ്രക്രിയ ഉണ്ടല്ലോ, അത് അനേകം ഉപനിഷത്തുക്കളുടെ ദർശനമാണ്. അത് ഏതാ എണ്ണി മാറ്റുന്നത് ഗുരു? അത് ഏത് ശ്ലോകത്തിലാണ്? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ. അതെ, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. എത്ര പഠിച്ചാലും നമുക്ക് മനസ്സിലാകാത്തൊരു ശ്ലോകമാണ്, അല്ലേ? അപ്പോൾ അത് എത്ര വ്യാഖ്യാനിച്ചാലും വ്യാഖ്യാനിക്കും തോറും നമുക്കത് മതിയാവുകയില്ല. അതിന് ഇതിനപ്പുറമുള്ള എന്തോ ഒരു ആശയം ഉണ്ടെന്ന് നമ്മളിലേക്ക് തോന്നിക്കുന്ന ശ്ലോകമാണ് ഒന്നൊന്നായി എണ്ണി. എത്ര ആശയഗരിമേ അതിനുള്ളതെന്നറിയോ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദൃശ്യം. മനസ്സിലാക്കണം, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിന് അറിയപ്പെടുന്നത് എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്ന അറിവിൽ. അറിയപ്പെടുന്നതെല്ലാം ദൃശ്യം. ഈ ദൃശ്യത്തെ കാണുന്നവൻ ദൃക്ക്. നിന്നിടും ദൃക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കവിടെ നല്ല ഡൗട്ട് വരും, സംശയം വരും. അപ്പോൾ പ്രപഞ്ച ദൃശ്യം, കാഴ്ചകളെല്ലാം ദൃശ്യം എന്ന് പറയാം. കാണുന്നവനെ എന്ത് പറയാം? ദൃശ്യത്തെ കാണുന്നവനെ ദൃക്കെന്നും പറയാം. അപ്പോൾ ദൃക്ക് ദൃശ്യത്തെ കാണുന്നതിനെ ദർശനം എന്ന് പറയും. അപ്പോൾ കാണപ്പെടുന്ന വസ്തുക്കൾ ദൃശ്യം, കാണുന്നവൻ ദൃക്ക്, കാണുന്നവൻ ഈ വസ്തുക്കളെ കാണുന്ന പ്രക്രിയയ്ക്കാണ് ദർശനം എന്ന് പറയുക. ഇത് മൂന്നും ചേരുന്നതാണ് പ്രപഞ്ചാനുഭവം, ത്രിപുടി, അല്ലെ? കാണുന്നവനും കാണുന്ന വസ്തുക്കളും കാഴ്ചയും, ഇത് മൂന്നും ചേരുന്നതാണ് പ്രപഞ്ചം. അപ്പോൾ പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ മനസ്സുകൊണ്ട് ചിന്തിച്ചും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ആ മനസ്സിൻ്റെ ചിന്തയ്ക്കനുസരിച്ച് പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയണത്. അതുകൊണ്ടാണ് മനുഷ്യന് അഞ്ചറിവ് ജീവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട്, പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ അറിയുന്നതിനെയാണ് തൊട്ടെണ്ണുക എന്ന് പറയുക. അല്ലാതെ കൈകൊണ്ട് പോയി ഓരോന്നിനെയും തൊടുക എന്നല്ല അതിൻ്റെ അർത്ഥം. എങ്ങനെയാ? കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചുമൊക്കെ അറിയുന്നതിനെയാണ് തൊട്ടെണ്ണുക എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ തൊട്ടെണ്ണുന്നത് ആരാ? ഞാൻ എന്ന അഹന്തയാണ്. ഞാൻ എന്ന ജീവൻ എന്ന് പറയാം. തൊട്ടെണ്ണുന്നത് ഞാൻ എന്ന അഹന്തയാണ്. ഇനി അപ്പോൾ ഈ ഞാൻ എണ്ണുന്ന, ശ്രദ്ധിക്കണേ കുറച്ച്, ഞാൻ എണ്ണിയെടുക്കുന്ന അല്ലെങ്കിൽ തൊട്ടെണ്ണുന്ന എല്ലാ കാഴ്ചകളും മാറിക്കൊണ്ടിരിക്കും. എണ്ണുന്ന ഞാൻ മാത്രം മാറില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന മാത്രം നിങ്ങൾ എടുത്താൽ മതി. എണ്ണുന്നവൻ ഒരിക്കലും മാറുന്നില്ല. എണ്ണുന്ന കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കും. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന അറിവ്, കാഴ്ച, ഇന്ദ്രിയ അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ആ എണ്ണുന്നവനായ ഞാൻ മാറുന്നില്ല. ആ ഞാനിനെയാണ് ഉള്ളം എന്ന് പറയുക. എണ്ണുന്ന ഞാനിനെയാണ് ഉള്ളം എന്ന് പറയും. അപ്പോൾ ഞാൻ എണ്ണുന്ന വിഷയങ്ങൾ മാറും, പക്ഷെ ഞാൻ മാറുന്നില്ല. ആ ഞാനാണ് ഉള്ളം. ആ ഉള്ളം ഈ ശരീരം വീഴുന്നത് വരെ ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും. ആ ഉള്ളം ആരല്ല എന്നറിയണം.
വിഷയങ്ങളല്ല, ഭൗതിക വിഷയങ്ങളല്ല, ഇന്ദ്രിയങ്ങളല്ല, പ്രാണനല്ല, മനസ്സല്ല, ശരീരമല്ല, ഒന്നുമല്ല. ഇവയ്ക്കെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ആത്മാവാണ് ആ ഉള്ളം. ആ ഉള്ളം അങ്ങനെ നമ്മൾ എല്ലാത്തിനും ആധാരഭൂതമായിരിക്കുന്ന, സാക്ഷിഭൂതമായിരിക്കുന്ന സത്യമാണ് ആ ഉള്ളം, ആത്മാവാണ് ആ ഉള്ളം എന്ന് അറിയുമ്പോഴാണ് എണ്ണി മാറ്റാവുന്ന പൊരുളെല്ലാം മാറുന്നത്. എണ്ണി മാറ്റാവുന്ന പൊരുള് മാറുകയും എണ്ണി മാറ്റാനാവാത്ത സത്യമാണ് താനെന്ന് അറിയുകയും ചെയ്യുന്നത്. അവിടെയാണ്, അങ്ങോട്ടേക്കാണ് ഗുരു നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എണ്ണി മാറ്റാനാവാത്ത പൊരുൾ അതൊന്നു മാത്രമാണ്, അതാണ് ആത്മാവ്. ആ ആത്മാവാണ് എല്ലാറ്റിനെയും എണ്ണുന്നത് എന്ന് അറിയണം. അപ്പോൾ ആ ആത്മാവാണ് അണ്ഡകടാഹങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നതും പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിരിക്കുന്നതും ആ ആത്മാവാണ് എന്ന് പറയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ബ്രഹ്മത്തെ പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു തന്നു, എന്താ പറയുക, തജ്ജ്യോതിഹി എന്ന് ഗുരു പറഞ്ഞു തന്നു. തജ്ജ്യോതിഹി, ഈശ്വരന്റെ ലക്ഷണം എന്താണ്, ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, തജ്ജ്യോതിഹി തേനേദം പ്രജ്വലിതം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ജ്യോതിസാണ്, പ്രകാശമാണ്. ആ പ്രകാശത്താലാണ് ഈ കാണുന്നതെല്ലാം പ്രകാശിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു. അത് ഇവിടെ ആത്മാനാത്മ വിവേകത്തില് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്, അന്തർജ്യോതി ബഹിർജ്യോതി, നമ്മളൊക്കെ ചൊല്ലുന്നതാ അല്ലേ, അന്തർജ്യോതി ബഹിർജ്യോതി പ്രത്യഞ്ജ്യോതി പരാത്പരഃ ജ്യോതിർജ്യോതി സ്വയം ജ്യോതി അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ ചൊല്ലുന്നതാ അല്ലേ. അപ്പോൾ ഈ ബോധം നമുക്ക് വേണ്ട. അന്തർജ്യോതി, ജ്യോതി എന്ന് പറഞ്ഞാൽ വെളിച്ചം, പ്രകാശം. ഉള്ളിലും വെളിച്ചം, ഉള്ളിലിരിക്കുന്ന വെളിച്ചമാണ് ഏറ്റവും വലിയ വെളിച്ചം. പുറത്ത് കാണുന്നതും വെളിച്ചം തന്നെ, ആത്മസ്വരൂപങ്ങൾ തന്നെ. ബഹിർജ്യോതി, ബഹിഹി എന്ന വാക്കിന് പുറത്തെന്നർത്ഥം. പുറത്ത് കാണുന്നതും പ്രകാശം തന്നെ. അന്തർജ്യോതി, അകത്ത് കാണുന്നതും പ്രകാശം തന്നെ. പിന്നെന്താ പറയുന്നത്? പ്രത്യഞ്ജ്യോതി, പ്രത്യഞ്ജ്യോതി, ഓരോ ജീവനുകളായി തുടിക്കുന്നതും പ്രത്യേകാത്മാ എന്ന് പറഞ്ഞാൽ ഓരോ ശരീരങ്ങളിലും ഇരുന്ന് പ്രകാശിക്കുന്ന ആത്മാവിനെയാണ് പ്രത്യേകാത്മാ എന്ന് പറയുക. അതുപോലെ ഓരോ ജീവനുകളായിട്ട് പ്രകാശിക്കുന്നതും ആത്മാവ് തന്നെ. ഇപ്പൊ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരെന്ന് എടുക്കരുത്, മനുഷ്യരെന്ന് മാത്രം എടുക്കരുത്. ഒരു കുഞ്ഞു പുൽക്കൊടിയിൽ വരെ ജീവനായിട്ടിരിക്കുന്നു ആത്മചൈതന്യം. സർവവ്യാപിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതിൽ നിന്നുണ്ടായതെല്ലാം അത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഒരു പുൽക്കൊടിയിൽ ഇരിക്കുന്ന ചൈതന്യവും അത് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യഞ്ജ്യോതി, ഓരോ ഉരുവിലും ഓരോ തരിയിലും ഓരോ ജീവനുകളായിരിക്കുന്നതും. പിന്നെ എന്താ? പ്രത്യഞ്ജ്യോതി, അന്തർജ്യോതി ബഹിർജ്യോതി പ്രത്യഞ്ജ്യോതി പരാത്പരഃ. പരാത്പരഃ, എല്ലാത്തിനും പരമായിരിക്കുന്നവനും, ഇതെല്ലാത്തിനും ആധാരമായിരിക്കുന്നവനും പരമസത്യമായിരിക്കുന്നവനും ഒരേ ഒരു പ്രകാശമാണ്. ആ പ്രകാശം തന്നെയാണ് ജ്യോതിർജ്യോതി, പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും അഗ്നിക്കും എല്ലാം പ്രകാശമായിരിക്കുന്നത് ആ പ്രകാശമാണ്. ജ്യോതിഹി ജ്യോതിർജ്യോതി, ജ്യോതിസുകൾക്കെല്ലാം ജ്യോതിസാണ്. സ്വയം ജ്യോതി, അത് സ്വയം പ്രകാശമാണ്. സ്വയം പ്രകാശമാണ്, മറ്റൊന്നിൻ്റെ സഹായമില്ലാതെ പ്രകാശിക്കുന്നതാണ് ഈ ചൈതന്യം. സൂര്യൻ പ്രകാശിക്കുന്നത് ഈ ആത്മചൈതന്യം കൊണ്ടാണ്. ചന്ദ്രൻ പ്രകാശിക്കുന്നതും നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നതും വിളക്ക് പ്രകാശിക്കുന്നതും സകലതും പ്രകാശിക്കുന്നത് ആ പരമപൊരുളിൻ്റെ ആ ജ്യോതിസിലാണ്. അപ്പോൾ ഇത് സ്വയം ജ്യോതിയാണ് എന്ന് പറയാണ്. സ്വയം ജ്യോതി, ആത്മജ്യോതി, അത് ആത്മജ്യോതിസാകുന്ന പ്രകാശമാണ്. ആ ശിവോസ്മ്യഹം, ആ മംഗളസ്വരൂപനായ ആത്മാവാണ് അഹം, ഞാൻ. ഈ ബോധം അടുത്തണ എല്ലാത്തിനെയും പറഞ്ഞിട്ട് ആ എല്ലാത്തിനെയും കാണുന്ന ദൃക്ക് ഞാൻ തന്നെയാ. അവിടെയാണ് തുടക്കം. അവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ആ ഈശ്വരസത്തെയാണ് നമ്മിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്നത്. ആ മംഗളസ്വരൂപമായ ജ്യോതിസാണ് ഞാൻ എന്ന് അറിയാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യണത് അല്ലേ. അപ്പോൾ ആ യാത്രയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അതാണ് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ഏത് സൂത്രം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറയാമോ?
തദ്വത് തസ്മാത്. എന്താ അതിന്റെ അർത്ഥം? തദ്വത് തസ്മാത് എന്ന് പറഞ്ഞാല് അതിൽ നിന്ന് ഉണ്ടായതെല്ലാം, അതിൽ നിന്ന് ഏതിൽ നിന്നുണ്ടായത്? ബ്രഹ്മത്തിൽ നിന്നുണ്ടായതെല്ലാം എന്തു മാത്രാണ്? ബ്രഹ്മം മാത്രാണ്. അപ്പോ ഈ എന്തിനെ കുറിച്ച് അവിടെ പറയണത്? പ്രപഞ്ചത്തിലെയും സമസ്ത ചരാചരങ്ങളും ചൈതന്യമായി ഇരിക്കുന്നത് ഒരേ ഒരു സത്യമാണ് എന്ന് നമ്മൾ ദൈവദശകത്തിലെ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എന്ന ശ്ലോകമൊക്കെ നമ്മൾ കോട്ട് ചെയ്തുകൊണ്ട് പഠിച്ചു. ആ ആശയം ഒന്ന് പഠിക്കണം, ഒന്നൊന്നായി എണ്ണി എണ്ണി എന്നുള്ളതിന്റെ. അപ്പൊ ദൃക്കാരാ അവിടെ? ഞാൻ. അപ്പൊ ഉള്ളം എന്ന് പറയണ എന്തിനെയാ? അപ്പൊ ഉള്ളം എന്ന് പറയണത് ദൃക്കിനെ തന്നെയാണ് അല്ലെ? അപ്പോ എങ്ങനെയാ തൊട്ടെണ്ണുക? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതെല്ലാം പരമസത്യമല്ലെന്നും പരമസത്യത്തിൽ പ്രകാശിക്കുന്ന ഭ്രമാത്മക ചിന്തയാണെന്ന് എണ്ണി എണ്ണി ഓരോന്നിനെയും മാറ്റുമ്പോൾ കാണുന്നവൻ മാത്രം അവശേഷിക്കും. ആ കാണുന്നവന്റെ എല്ലാ കാഴ്ചകളും മറഞ്ഞിരിക്കുന്ന കാണുന്നവന്റെ ഉള്ളം നിത്യനിർമ്മലമായിരിക്കും. ആ നിർമ്മലമായ ഉള്ളമാണ് നിന്നിലേക്ക് സ്പന്ദനമെല്ലാം വെടിഞ്ഞ് ഒന്നായി മാറേണ്ടത്. അങ്ങനെയാണ് ഗുരു നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ അറിവിൽ നിന്ന് അകലാതിരിക്കാനാകണം നമുക്ക്. ആ പ്രകാശത്തിൽ നിന്നും നമുക്ക് അകന്നു പോകാതിരിക്കണം. ആ പ്രകാശം നമ്മളിലേക്ക് പ്രോജ്വലിപ്പിച്ച് കൊണ്ടുപോകണം. ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഓരോന്നും നമ്മളെ ആ പ്രകാശത്തെ പ്രോജ്വലിപ്പിച്ച് കൊണ്ടുപോകുന്നവ തന്നെയാണ്. ഓരോ പഠനങ്ങളും നമ്മുടെ ആത്മസ്വരൂപത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്, അവിടെ തെളിയുന്നുണ്ട്. നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അവിടെ തെളിച്ചം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സത്സംഗവും ശ്രവണവും ഒക്കെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ധ്യാനവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാതെ വേണം. കാരണം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു. 1 മണിക്കൂറെങ്കിലും നമ്മളെ അറിയാനും ഈശ്വരനെ അറിയാനും ഒക്കെയായിട്ട് അവനവൻ്റെ ആ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്തു പോകണം. അതിൻ്റെ ഭാഗമായി വരുന്നതാണല്ലോ ഇത്തരത്തിലുള്ള പഠനങ്ങളും പാഠനങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാ സൂത്രവും നമ്മളിപ്പോൾ ഏകദേശം വേദാന്ത സൂത്രത്തിൻ്റെ സമാപനത്തോട് അടുക്കുകയാണ്. ഇതിപ്പോൾ 17ാമത്തെ സൂത്രമായി. അപ്പോൾ മിക്കവാറും ഇനി ചില സൂത്രങ്ങളൊക്കെ ഒരു ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് എടുത്തു പോകാവുന്ന തരത്തിലുള്ളതാണ്. അപ്പോഴും നമ്മൾ ഈ 18ാമത്തെ സൂത്രം ഇത് തന്നെയല്ലേ ടീച്ചർ? എല്ലാത്തിനും എല്ലാം ഒരേ സ്വഭാവം ഉള്ളതാണ് ടീച്ചറെ. പക്ഷെ അതിന് ഓരോന്നിനും നമുക്ക് പ്രത്യേക രീതിയിൽ അതിനെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ എത്തേണ്ട ഒരു കാര്യം, എല്ലാത്തരം എണ്ണലുകൾക്കും അപ്പുറമാണ് കാണുന്നവൻ. ആ കാണുന്നവനായ ദൃക്ക് അങ്ങല്ലാതെ മറ്റാരാണ് ഭഗവാനെ? ഈ കാണുന്നവനായ ദൃക്കിനെ എണ്ണി മാറ്റാൻ പറ്റില്ല. ആ കാണുന്നവനായ ദൃക്ക് അങ്ങല്ലാതെ മറ്റാരാണ് ഭഗവാനെ എന്ന് അറിഞ്ഞിട്ട് ആ ദൃക്ക് സ്പന്ദനമേതുമില്ലാതെ നിന്നിലേക്ക് ലയിച്ചൊന്നാകണം, അസ്പന്ദമാകണം എന്നാണ് പ്രാർത്ഥന. അപ്പോൾ ഓരോ ക്ഷണത്തിലും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആ ഭൗതിക വസ്തുക്കളെ കുറിച്ച് ഓർത്താണ് നമ്മൾ ഇന്നിവിടെ മനുഷ്യൻ്റെ ദുഃഖം അത്രയും. അപ്പോൾ ദുഃഖിക്കേണ്ടാത്തതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മുടെ ദുഃഖം. കാരണം സുഖസ്വരൂപമായ ഒരു വസ്തുവിനെ വെച്ചുകൊണ്ട് നശ്വരമായ വസ്തുക്കളെ ഓർത്തുകൊണ്ട് ദുഃഖിക്കുന്നവരാണ് നമ്മൾ. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ആഹാരമില്ല, വസ്ത്രമില്ല, രോഗം വന്നു, എൻ്റെ മക്കൾ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു, എനിക്ക് സമ്പത്തില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ വേദനിക്കുന്നുണ്ട്. അതെല്ലാം റിയാലിറ്റിയാണ്. ഇതെല്ലാം മനുഷ്യന് കൂടിയേ പറ്റൂ. പക്ഷെ നമ്മളും ജീവിച്ചു പോകും. ഒന്നുമില്ലെങ്കിലും എവിടെന്നെങ്കിലൊക്കെ ഒരു അദൃശ്യ ശക്തി അത് തന്ന് നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തടത്തു നിന്നായിരിക്കും നമുക്ക് ഒരു സഹായം കിട്ടുക. എവിടെന്നെങ്കിലൊക്കെ അത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത്തിരി വിശന്നിരിക്കുന്നവൻ ഒരു നേരം കിട്ടിയില്ല, അടുത്ത നേരം അന്നം കിട്ടിയാൽ പോലും ആദ്യം കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കാതെ കിട്ടിയതിനെ ഓർത്ത് സംതൃപ്തമായി അത് കഴിച്ച് സംതൃപ്തമായി ഇരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഇരിക്കുന്നിടത്തേക്ക് വീണ്ടും വീണ്ടും വീണ്ടും
ആ ഈശ്വരൻ്റെ കടാക്ഷം നമുക്കുണ്ടാവും. ഒരിക്കലും നമ്മൾ വിലാപങ്ങൾ ഉണ്ടാവരുത് ഈശ്വരൻ്റെ മുന്നിൽ. കാരണം നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുഃഖങ്ങൾ. ആ ദുഃഖം കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന നമ്മളാണ്. ആ ദുഃഖം നമ്മൾ അനുഭവിക്കുമ്പോഴും കൂടെ ആത്മസ്വരൂപനായ അമൃതസ്വരൂപനായ ഈശ്വരൻ കൂട്ടായുണ്ട് എന്ന ഒരു ഉറപ്പ് നമുക്ക് വേണം. ആ ഉറപ്പാണ് നമ്മളെ ഈ ജീവിതത്തെ, ഭൗതിക ജീവിതത്തെ തരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ദുഃഖിക്കുന്നത് ദുഃഖിക്കേണ്ടാത്ത വസ്തുവിനെക്കുറിച്ച് ഓർത്താണെന്നൊരു ബോധമെങ്കിലും നമുക്ക് ഉണ്ടാവണം. അപ്പോൾ എന്നിട്ട് ആ പ്രകാശം എപ്രകാരമാണോ പ്രകാശത്തിൽ ലയിക്കുന്നത്, ശബ്ദം എപ്രകാരമാണോ ശബ്ദത്തിലേക്ക് ലയിക്കുന്നത്, അതുപോലെ സ്പന്ദിക്കുന്ന ഈ ജീവൻ്റെ ചെറുകണവും ഭഗവാനെ സ്പന്ദനമേതുമില്ലാതെ അങ്ങയിലേക്ക് ലയിക്കാനാവണേ. അല്ലേ? ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഒരു ഗദ്യപ്രാർത്ഥനയൊക്കെ എത്ര മനോഹരമായിട്ടാണ് ആ സത്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. ഉപനിഷത്ത് ദർശനം ഗദ്യ രൂപത്തിൽ നല്ല മലയാള ഭാഷയിൽ ഒരു നമുക്ക് രചിച്ച് തന്നേക്കുക. അനേകം ഉപനിഷത്തുക്കളുടെ സാരം ഉള്ളടക്കി വെച്ചിരിക്കുകയാണ്. അതൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്നു കൊണ്ട് വെറുതെ ഇരുന്ന് ദുഃഖങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അത് നമ്മളിലേക്ക് തന്നെ തെളിഞ്ഞു വരും. അല്ലേ? എൻ്റെ ശരീരവും നീർക്കുമിള പോലെ നിലയേറ്റതാകുന്നു. എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കടന്നുകൂടുന്നതിനും ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ. ഈ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ജഗദീശ്വരൻ്റെ മുമ്പിൽ വയ്ക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സത്തിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം നടത്തിയപ്പോൾ നമ്മൾ എത്തിയത് എവിടെയാ? ബ്രഹ്മൈവാഹം തദിതം ബ്രഹ്മൈവാഹമസ്മി. ഞാൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചവും ആ ബ്രഹ്മം തന്നെയാണെന്നെത്തി. ആ ഒരു ബോധത്തിലെത്തി. അതുപോലെ തന്നെ അസത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള അന്വേഷണവും ഈ സൂത്രത്തിൽ അവസാനിക്കുകയാണ്. അവിടെയും എത്തുന്നത് ഈ കാണപ്പെടുന്ന സകലതും ആ പരമാത്മാവിൽ നിന്നുണ്ടായതെല്ലാം അതിൽ നിന്ന് ഭിന്നമല്ല എന്ന നിഗമനത്തിലാണ് ഈ അസത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള അന്വേഷണവും എത്തുന്നത്. അപ്പോൾ സത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാലും അസത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാലും അന്വേഷണങ്ങളെല്ലാം എത്തുന്നത് ആ പരമമായ സത്യത്തിൽ തന്നെയാണെന്നും ആ ഏകാത്മകതയിൽ തന്നെയാണ് എത്തുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സൂത്രമാണ് തദ്വത് തസ്മാത് എന്ന് വെച്ചാൽ അതിൽ നിന്നുണ്ടായതെല്ലാം അത് തന്നെ എന്നുള്ളതാണ് നമ്മുടെ സൂത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ തത് അഥവാ ബ്രഹ്മം ഓർത്തോളണം. തതെന്ന ശബ്ദം കൊണ്ട് ബ്രഹ്മവാചി ശബ്ദമാണ്. ബ്രഹ്മം എന്താണ് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഈ അന്വേഷണത്തിൽ പെട്ടവനാണ് അന്വേഷകനെന്ന് നമ്മൾ മറന്നു പോകരുത്. എവിടെ ഇരിക്കുന്ന ഒരു വസ്തുവിനെ അന്വേഷിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ബ്രഹ്മം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തിൽ പെട്ടവനാണ് അന്വേഷകനും. നമ്മളെത്താൻ പോകുന്നത് നമ്മളിലേക്കാണ്. അന്വേഷകനെ അന്വേഷണ വിഷയത്തിന് പുറത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം ഒരിക്കലും പൂർണ്ണമാവുകയില്ല. ശാസ്ത്രമൊക്കെ ചെയ്യണം അങ്ങനെയാണ്. അന്വേഷിക്കുന്നവനെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല, പഠിക്കുന്നവനെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. പഠിക്കുന്ന വസ്തുക്കളെ കുറിച്ച് മാത്രമാണ് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ അധ്യാത്മശാസ്ത്രം അങ്ങനെയല്ല. അധ്യാത്മശാസ്ത്രം അന്വേഷകനെയും അന്വേഷണ വിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അന്വേഷകനെ ഉൾപ്പെടുത്താത്ത ഒരു അന്വേഷണവും പൂർണ്ണമാവുകയില്ല. അതുകൊണ്ടാണ് ശാസ്ത്രത്തിന് ഇന്നും പരമമായ സത്യത്തെ അറിയാനും പ്രപഞ്ച ഉത്പത്തിയെക്കുറിച്ച് അറിയാനും സാധിക്കാത്തത്. അതുകൊണ്ടാണ് നമ്മളോട് ദർശനമാലയിൽ ഭക്തി ദർശനം പറഞ്ഞപ്പോൾ വളരെ സൂക്ഷ്മമായി ആ കാര്യം ഉള്ളടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ ചൊല്ലിപ്പോകും. ആദ്യം നമ്മളെ അറിഞ്ഞിട്ടാണ് പിന്നെ പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കാൻ ഗുരു പറയണത്. ഭക്തി ആത്മാനുസന്ധാനം എന്ന് പറഞ്ഞു തന്നു. ആദ്യം അവനവനെ തിരയൂ. എന്തിനാന്ന് വെച്ചാൽ അവിടെ ആനന്ദമുണ്ട്. ആത്മാ ആനന്ദ കനക. നീ ലോകത്ത് എന്തൊക്കെ തേടി നടക്കണു? സന്തോഷമുള്ള വസ്തുക്കളെ തേടി യാത്രകൾ ചെയ്യുന്നു, വസ്ത്രങ്ങൾ വാങ്ങുന്നു, കാഴ്ചകൾ കാണുന്നു, ആഹാരങ്ങൾ കഴിക്കുന്നു, അല്ലേ? സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. പക്ഷെ ഇതിലെല്ലാം നമ്മൾ വ്യാപരിക്കുമ്പോഴും അവിടുന്ന് കിട്ടുന്ന ആനന്ദം അവനവൻ്റെ ഉള്ളിലുള്ള ആത്മാനന്ദമാണ് തെളിയുന്നത് എന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറയണത് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എന്താണ് കുഞ്ഞെ? ആത്മാനുസന്ധാനമാണ്. അവനവൻ്റെ ആത്മാവിനെ തിരയുകലാണ്.
കാരണം അവിടെ ആനന്ദമുണ്ട്, ആത്മാ ആനന്ദകനക. അതുകൊണ്ട് ആത്മവിത്ത് എപ്പോഴും ആത്മാനമനുസന്ധത്തെ, ആത്മാവിനെ അറിഞ്ഞവൻ എപ്പോഴും ആത്മാവിനെ മാത്രമാണ് തേടുന്നത്, സുഖം തന്നിലാണ് ഇരിക്കുന്നത് എന്നറിഞ്ഞിട്ടാണ് ഗുരു പിന്നെ അടുത്ത ശ്ലോകം പറയുന്ന അനുസന്ധീയതേ ബ്രഹ്മ ബ്രഹ്മാനന്ദഘനോ യതഃ സദാ ബ്രഹ്മാനുസന്ധാനം ഭക്തി. എന്നിലിരിക്കുന്ന ആ ആത്മാവ് തന്നെയാണ് ആ പരമ്പൊരുളെന്ന് അറിഞ്ഞിട്ട് പിന്നെ ആ ജ്ഞാനമാണ് നമ്മളെ പരമ്പൊരുളിലേക്ക് എത്തിക്കുന്നത്. അനുസന്ധീയതേ ബ്രഹ്മ ബ്രഹ്മാനന്ദഘനോ യതഃ സദാ ബ്രഹ്മാനുസന്ധാനം ഭക്തി എന്ന് പറയണം. എന്നിട്ടാണ് ഭക്തൻ ആരാണെന്ന് പറയുമ്പോഴും പറയേണ്ടത് ഞാൻ ആനന്ദമാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണെന്ന് ആരാണോ എപ്പോഴും ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ ഭക്തനാണ്. അപ്പൊ നമ്മൾ ഗുരു പറഞ്ഞ നിർവചനങ്ങൾക്കൊക്കെ പുറത്താ. നമ്മളെപ്പോഴും ദുഃഖസാഗരമാണെന്ന് കരുതിയാണ് നമ്മൾ ഭഗവാന്റെ മുന്നിൽ ചെല്ലണത്. ഗുരുവിൻ്റെ മുമ്പിൽ ചെന്നാൽ പോലും നമ്മൾ കരയും, സങ്കടങ്ങൾ കൊണ്ട് കരയും. കാരണം നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റണില്ല. നമുക്ക് അതാണ് സുന്ദരേശൻ സാറ് ഉപനിഷത്ത് മന്ത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. യസ്മിൻ സർവാണി ഭൂതാനി ആത്മേവാഭൂർ വിജാനതഃ അല്ലെ തസ്യക മോഹ കശോകം ഏകത്വ ദൃക്ക് അല്ലേ, ഭഗവത്ഗീത ശ്ലോകമാണ് എഴുതിയിട്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് പോയി അത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരേ ഒരു സത്യത്തെ എന്താണ് ആ ഓഡിയോ ഒക്കെ ഒന്ന് മ്യൂട്ടാക്കി വെക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് അന്വേഷകനിൽ എല്ലാ അന്വേഷണങ്ങളും ചെന്നെത്തുന്നത് അന്വേഷകനിലാണ്, അവരവരിലാണ് എത്തുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ അന്വേഷണമൊക്കെ ചെന്ന് എത്തുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഉള്ളത് ഒരേ ഒരു അറിവാണെന്നും ആ അറിവിനെ അറിയുന്നതിന് മുൻപും ആ അറിവുണ്ടായിരുന്നു എന്നുള്ള സത്യത്തിലാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ അറിവിൻ്റെ ഒന്നാം ശ്ലോകം നമ്മൾ ഇതിനു മുമ്പൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അറിവെന്ന കൃതിയുടെ ഒന്നാം ശ്ലോകം എങ്ങനെയാണ് തുടങ്ങുന്നത്? തദ്വത് തസ്മാത് എന്നുള്ളതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വ്യാഖ്യാനമാണ് അറിവിലെ ഒന്നാം ശ്ലോകം. അറിയപ്പെടുമിത് വേറല്ല അറിവായിടും അറിവിതിൽ ഒന്നായതുകൊണ്ട് അറിവല്ലാതൊന്നുമില്ല വേറൊന്നും. അറിയപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് പ്രപഞ്ച ദൃശ്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അറിയപ്പെടുന്നത് വേറല്ലെന്ന്. അറിവായിടും തിരഞ്ഞിടും നേരം, അറിയപ്പെടുന്ന വസ്തുക്കളെ നന്നായി തിരഞ്ഞാൽ അത് അറിവ് തന്നെയാണെന്ന് മനസ്സിലാകും. തദ്വത് തസ്മാ, അറിവിതിൽ ഒന്നായതുകൊണ്ട് ഇത് ഓരോ വസ്തുക്കളെയും എടുത്ത് പരിശോധിച്ചാൽ അത് ചെന്നെത്തുന്നത് ആ പരമചൈതന്യത്തിൽ തന്നെയാണ് എന്നറിയുമ്പോൾ അറിവല്ലാതൊന്നുമില്ല വേറൊന്നും എന്ന് ഗുരു പറയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇത് എന്ന് പറഞ്ഞ് നമ്മൾ തൊട്ടെണ്ണുന്ന എല്ലാം, അറിവിന് വിഷയമായി തീരുന്നതെല്ലാം പരമാർത്ഥത്തിൽ അറിവിൽ നിന്ന് വേറല്ല. സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അതെല്ലാം ഒരേ അറിവിൻ്റെ തന്നെ ഭാവങ്ങൾ മാത്രമാണ്, പ്രകടനങ്ങൾ മാത്രമാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പോൾ അറിയപ്പെടുന്ന വസ്തുക്കളുടെ രൂപത്തിലിരിക്കുന്നതും അറിയുന്നവൻ്റെ രൂപത്തിലിരിക്കുന്നതും ഒരേ അറിവ് തന്നെയാണെന്നും ആ ഒരൊറ്റ അറിവല്ലാതെ മറ്റൊരു വസ്തുവും ഒരു കാലത്തുമില്ല, ഒരു ദേശത്തുമില്ല എന്നറിയുക. ഇത് ഉറപ്പിച്ച് പറയാതെ നിവൃത്തിയില്ല. കാരണം ഇത് തന്നെയാണ് ഗുരു എല്ലാ സൂത്രങ്ങളിലും ഉള്ളടക്കി വെച്ചിരിക്കുന്നത്. ആവർത്തന അസകൃത് ഉപദേശക. എന്തിനാ ഇത് ആവർത്തിക്കണേ? ഇത് ബോറടിക്കുന്നല്ലോ എന്ന് നമുക്ക് തോന്നണേ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വാക്കുകൾക്ക് അപ്പുറം നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും 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 ഗുരു ഇത് നമുക്ക് ഓർമ്മിപ്പിക്കുന്നത്. ഉപദേശമായതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. മഹാഗുരുക്കന്മാരുടെ സതുപദേശമായതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും ഉപദേശിക്കുന്നത്. അപ്പോൾ ആധുനിക ശാസ്ത്രം പഠിക്കുന്നവരാണ് നമ്മൾ. മിക്കവാറും നമ്മുടെ മക്കളൊക്കെ ആധ്യാത്മികതയിലേക്ക് വരാത്തത് ആധുനിക ശാസ്ത്രത്തിൻ്റെ പുറകെ പോകുന്നതുകൊണ്ടാണ്. പക്ഷെ അവിടെയൊക്കെ ഈ കുട്ടികളൊക്കെ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്ന കുട്ടികൾ സത്യം അറിഞ്ഞ് തന്നെ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളത്. അവർ ശാസ്ത്രം പഠിക്കുമ്പോഴും അതിൻ്റെ തെളിവോടുകൂടി അവർക്ക് പോകാൻ പറ്റും. നമ്മൾ പറയാറില്ലേ, നമുക്കിപ്പോൾ മക്കളൊന്നും ഇങ്ങോട്ട് വരില്ല ടീച്ചറെ എന്ന് പറയുമ്പോൾ ഇതൊന്ന് പഠിപ്പിച്ചിട്ട് അവരെ ശാസ്ത്രം പഠിപ്പിച്ച് നോക്കിക്കേ.
അപ്പോഴാണ് അവർ പഠിക്കുന്നതിൻ്റെ കൂടുതൽ തെളിവാർന്ന് അവർക്ക് അതിലേക്ക് ഊർന്നിറങ്ങി സഞ്ചരിക്കാൻ സാധിക്കും. കാരണം നമുക്ക് അറിയാം, മുനിനാരായണ പ്രസാദ് സ്വാമിജി വളരെ വ്യക്തമായിട്ട് അത് ശാസ്ത്രത്തിനെ ആധ്യാത്മികതയോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ, നിങ്ങൾ ആ ഭാഗമൊക്കെ എടുത്തൊന്ന് വായിക്കണം കേട്ടോ, ചേർത്ത് വെച്ച് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് സ്വാമികൾ. അതായത് ഇപ്പോഴും നമുക്ക് ഓർക്കുമ്പോൾ ഗുരു നമുക്കത് കരുണയോടുകൂടി അതിൻ്റെ ആ ഒരു വ്യാഖ്യാനം നമുക്ക് തന്നു. ഈ ഒരു തലമുറയിലേക്ക് പകർന്നു വെച്ചിട്ടാണ് സ്വാമികളെ ശരീരം മറഞ്ഞത്. അപ്പോൾ ഇനിയുള്ള ഒരു തലമുറയ്ക്ക് പഠിക്കാനും ഒരു ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ചെന്നൊരു ആധികാരികമായൊരു ഗ്രന്ഥമായിട്ടൊക്കെ എടുത്തു നോക്കാനും ഒക്കെയുള്ള എല്ലാതും വളരെ വിസ്തൃതമായി നമുക്ക് സ്വാമിജി തന്നിട്ടുണ്ട്. അവിടെ സ്വാമിജി പറയുന്നുണ്ട് എത്ര വൈരുദ്ധ്യങ്ങളാണ് ആധുനിക ശാസ്ത്രത്തിൽ കാണുന്നത്. നമുക്ക് അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നും, ഇത് ഈ മോഡേൺ സയൻസ് പഠിക്കുന്നവരെ കൊണ്ട് വായിപ്പിക്കണം. ഇത് അത് മാത്രമാണ് സത്യമെന്നും ഇതിനെ പുച്ഛിക്കുന്നവരെ കൊണ്ട് ഇത് വായിപ്പിക്കണം. അപ്പോൾ അതിൽ ഗുരു പറയുന്നുണ്ട്, ജീവശാസ്ത്രം ജീവനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണല്ലോ ജീവശാസ്ത്രം. അപ്പോൾ അതിൽ ജീവിച്ചിരിക്കുന്നതിൽ ജീവൻ ഒഴികെ എല്ലാത്തിനെയും അതിൽ പഠിപ്പിക്കുന്നുണ്ട്. ജീവശാസ്ത്രം പറഞ്ഞാൽ ജീവൻ്റെ ശാസ്ത്രമാണ്. പക്ഷേ ജീവൻ ഒഴികെ മറ്റെല്ലാത്തിനെയും കുറിച്ച് അതിനകത്ത് ആ ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. DNA കുറിച്ച് പഠിപ്പിക്കും, സെല്ലിനെ കുറിച്ച് പഠിപ്പിക്കും, പ്രത്യുൽപാദനത്തെക്കുറിച്ച് പഠിപ്പിക്കും, മെറ്റബോളിസം പഠിപ്പിക്കും, ഇതെല്ലാം പഠിപ്പിക്കും. ഏതിലാ? ജീവശാസ്ത്രത്തിൽ. പക്ഷേ ജീവശാസ്ത്രത്തിൻ്റെ അന്വേഷണ പരിധിക്ക് അപ്പുറമാണ്. ആലോചിച്ച് നോക്കൂ, എന്തിനാ പേര് വന്നതെന്ന് തന്നെ അറിയില്ല. ജീവശാസ്ത്രം എന്ന് പറയുമ്പോൾ മറ്റെന്തോ പഠിക്കുന്നു. ഈ ജീവൻ എന്ന ആ സത്യം അതെന്താണ് എന്നവിടെ പഠിപ്പിക്കുന്നില്ല. ജീവൻ ഉണ്ടാക്കി വെച്ച ഒരു ശരീരത്തിൻ്റെ സെല്ലുകൾ എത്ര, അതിൻ്റെ പ്രത്യുൽപാദനം എങ്ങനെ, അതിനെക്കുറിച്ചൊക്കെയല്ലേ DNA, അതിനെക്കുറിച്ചൊക്കെയല്ലേ വിവരിക്കുന്നത് ജീവശാസ്ത്രം. ജീവനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം ജീവശാസ്ത്രത്തിലില്ല. അപ്പോൾ അതുപോലെ തന്നെ സൈക്കോളജി, ഗുരു എടുത്തു പറയുന്നുണ്ട്. സൈക്കോളജി എന്നുള്ള വാക്ക് തന്നെ സൈക്കി എന്ന വാക്കിൽ നിന്നാണ്. അതിൻ്റെ റൂട്ട് സൈക്കിയാണ്. സൈക്കി എന്ന് പറഞ്ഞാൽ ചേതന അഥവാ ആത്മാവെന്നാണ്. ആത്മാവിനെ കുറിച്ചാണ് സൈക്കോളജിയിൽ പറയുന്നത്. ആലോചിച്ച് നോക്കൂ. അതിനെ അല്ല, അറിവെടുക്കുമ്പോൾ തലച്ചോറിലുണ്ടായിരിക്കുന്ന ആ മാറ്റങ്ങളെക്കുറിച്ച് അത് പഠന വിഷയമാക്കുന്നത്. നമ്മളൊരു വസ്തുവിനെ അറിയുമ്പോൾ തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് സൈക്കോളജി നമുക്ക് പറഞ്ഞു തരും. പക്ഷേ ആ മാറ്റങ്ങൾക്ക് കാരണമായിരിക്കുന്ന ചേതനയെ സൈക്കോളജി പറയുന്നില്ല. എത്ര ഗ്രേറ്റ് ആയിട്ടുള്ള ശാസ്ത്രമാണെന്നറിയോ ആധ്യാത്മിക ശാസ്ത്രം. അതിൻ്റെ അടുത്തൊന്നും വരാനൊന്നും ഇന്നത്തെ മോഡേൺ സയൻസിനോ ആധുനിക ശാസ്ത്രത്തിനോ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ചേതനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം ചേതനയെക്കുറിച്ച് പറയാതെ എന്താ പറയുക, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ, സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു നമുക്ക്. തലച്ചോറിന് പ്രവർത്തിക്കാൻ കാരണമായ ചേതനയെക്കുറിച്ച് അവിടെ പറയുന്നില്ല, മിണ്ടുന്നില്ല, മൗനമാകുന്നു. മനസ്സിൻ്റെ ലക്ഷണം പറയും, മനസ്സെന്താന്ന് പറയണില്ല. സങ്കല്പ വികല്പാത്മക ഒക്കെയാണ് മനസ്സെന്ന് പറയും. പക്ഷെ മനസ്സില്ല, മനസ്സിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ യഥാർത്ഥ ചേതനയെക്കുറിച്ച് ശാസ്ത്രം എപ്പോഴും മൗനമാകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അന്വേഷണ വിഷയത്തിൽ നിന്ന് വേറിട്ടല്ലാതെ കണ്ടുകൊണ്ടാണ് അവിടെയൊക്കെ അന്വേഷണ വിഷയത്തിൽ നിന്ന് വേറിട്ട് ആണ് അവിടെ കാണുന്നത്. പക്ഷേ വേദാന്ത ശാസ്ത്രം അന്വേഷകനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ വേദാന്ത ശാസ്ത്രം ഒരിക്കലും ആധുനിക ശാസ്ത്രവുമായി നിൽക്കുമ്പോൾ അന്വേഷണങ്ങളും ചിന്താപദ്ധതികളും ഒക്കെ പലപ്പോഴും വൈരുദ്ധ്യത്തോട് കൂടിയത് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു കുപ്പി തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോൾ ആധുനിക മോഡേൺ സയൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കുപ്പി നമുക്ക് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കുപ്പിയുടെ ആകൃതിയെക്കുറിച്ച് പറയും, ആ കുപ്പിയുടെ നിറത്തെക്കുറിച്ച് പറയും, അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. അതിനുള്ളിലേക്ക് കടക്കാൻ തയ്യാറാകുന്നില്ല. പലപ്പോഴും നമ്മൾ ബയോളജിയുടെ ഓരോ നിർവചനങ്ങളൊക്കെ പഠിക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ വേദാന്ത ശാസ്ത്രവും പ്രപഞ്ച ഉത്പത്തിയൊക്കെ പഠിച്ചിട്ട് സയൻസ് എടുത്തൊന്ന് വായിച്ചു നോക്കിയേ. നമുക്ക് തന്നെ തോന്നും പലപ്പോഴും ഇതിലൊക്കെ എത്രയോ ഡെപ്ത് ഉണ്ട്,
ഋഷീശ്വരന്മാരുടെ ആ ഇൻസൈറ്റിന്, കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് തോന്നും. അപ്പോൾ ചേതന, ജീവചേതന നമുക്ക് നേരിട്ട് കാണാനോ അളക്കാനോ പറ്റില്ല. ചിന്തയെ പഠിക്കുന്നു, ചിന്തിക്കുന്നവനെ പഠിപ്പിക്കുന്നില്ല ആധുനിക ശാസ്ത്രം. അപ്പോൾ തത്വശാസ്ത്രം ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു, സയൻസ് ചോദിക്കുന്നു, സയൻസ് എന്ത് പഠിപ്പിക്കുന്നു, ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു. തത്വശാസ്ത്രം ഞാൻ ആരാണെന്നുള്ള റിയൽ അന്വേഷണമാണ്. പക്ഷേ ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിഴലിനെ പഠിപ്പിക്കുന്ന ശാസ്ത്രം, വേദാന്ത ശാസ്ത്രം നിഴലുണ്ടാക്കിയവനെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് സത്യ അന്വേഷണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സത്യജിജ്ഞാസു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഗുരുവിൻ്റെ ഈ സൂത്രം നമ്മൾ പഠിക്കുമ്പോൾ എന്തിലേക്കാണ് നമ്മൾ എത്തണമെന്ന് വെച്ചാൽ, പറയുന്നവനും കേൾക്കുന്നവനും ഇല്ലാത്ത ഇടത്തിലേക്ക് ഗുരു നമ്മളെ കൊണ്ടുപോവുകയാണ്. പറയുന്നവനുമില്ല, കേൾക്കുന്നവനുമില്ല. തദ്വത് തസ്മാത്, നീ തിരയുന്ന സന്തോഷം അല്ലെങ്കിൽ സമാധാനം നിന്നിൽ തന്നെയാണ് എന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ സൂത്രം നമ്മൾ ഒത്തിരി ഏറെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അദ്വൈത ചിന്തയിലെ ഒരു തരത്തിലുള്ള പരിമിതികളും ഇല്ല എന്നാണ് നമ്മൾ ഇത്രയും നേരം വിചാരം ചെയ്തത്. അദ്വൈത ചിന്താ പദ്ധതിയിലെ ഒരു തരത്തിലുള്ള പരിമിതികളും ഇല്ല. അപ്പോൾ സത്യാന്വേഷണ വഴിയിൽ പരിമിതികളില്ല എന്ന് മനസ്സിലാക്കണം. ഒന്നും അദ്വൈതത്തിൻ്റെ, സത്യാന്വേഷണത്തിൻ്റെ ചിന്താമണ്ഡലത്തിന് പുറത്തല്ല. അവിടെ ഭൗതികമെന്നോ ആത്മീയമെന്നോ ഒന്നും സത്യത്തെ വകതിരിക്കുന്നില്ല. കാര്യകാരണങ്ങൾ എന്ന് വേർതിരിവില്ല. ഭൗതികം ആത്മീയത എന്ന വേർതിരിവില്ല. കാര്യം കാരണം എന്ന വേർതിരിവില്ല. അന്വേഷകനെന്നും അന്വേഷണ വസ്തുവെന്നും വേർതിരിവില്ല. എല്ലാതും ഒന്നും ആ ചിന്താമണ്ഡലത്തിന് പുറത്തല്ല എന്നാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര വലിയ സൂത്രമാണ് തദ്വത് തസ്മാത് എന്ന് ഗുരു എഴുതി വെച്ചേക്കുന്നത്. എത്ര ആഴത്തിലത് ഒരു ഗവേഷണ പ്രബന്ധം തന്നെ ആ ഒരൊറ്റ സൂത്രം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇനി പഠിക്കാൻ ഇറങ്ങുന്ന പുതിയ തലമുറയ്ക്ക്. അപ്പോൾ ശരിക്കും വ്യത്യസ്ത സ്വഭാവമുണ്ട് ആധുനിക ശാസ്ത്രത്തിനും ആത്മീയ ശാസ്ത്രത്തിനും അന്വേഷണ വഴികളിൽ എന്ന് നമ്മൾ ചർച്ച ചെയ്തു. എന്നാലും ഗുരു നമുക്ക് അറിവിൻ്റെ തീർത്ഥാടനം തന്നപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നുള്ളൊരു വിഷയം നമുക്കവിടെ ഗുരു കൂട്ടിച്ചേർത്ത് വെച്ചു തന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തെ, നമ്മളുടെ ജീവിതഗന്ധിയായിട്ടുള്ള ദർശനമാണ് ഗുരുവിൻ്റേത്. നമ്മൾ ജീവിക്കുന്ന മനുഷ്യനെയും ജീവിക്കുന്ന പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ആ ശാസ്ത്രീയതയൊന്നും ഗുരു തള്ളിക്കളയുന്നില്ല. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഗുരു നമ്മളെ സത്യാന്വേഷണ പരിധിയിൽ ആ ലക്ഷ്യത്തിലേക്ക് ഗുരു നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷെ ആധുനിക ശാസ്ത്രം ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. പക്ഷെ നേട്ടങ്ങളോടൊപ്പം തന്നെ അവിടെ ധാരാളം പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. കാരണം ഈ ഭൂമിയെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള പരിജ്ഞാനം നേടണമെന്ന് ഗുരു നമ്മളോട് അക്കാലത്തെ പറഞ്ഞു. കാരണം ഈ വരുന്ന തലമുറയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ആ പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. AI വരെ, മനുഷ്യനിർമ്മിത ബുദ്ധിയുടെ വരെയൊക്കെ കാലം എന്ത് ചോദിച്ചാലും മനുഷ്യനേക്കാൾ ഒരു ഏറ്റവും ശക്തമായ ഭാഷയിൽ എന്തിനും മറുപടി തരാൻ പറ്റുന്ന ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ഓളും അറിയണം, എല്ലാത്തിനും കാരണമായിരിക്കുന്ന ഒരു ചേതനയുണ്ടെന്നും ആ ചേതനയ്ക്ക് അപ്പുറമല്ല ഒന്നും എന്ന് നമ്മൾ അറിയണം. കാരണം ഈ നേട്ടങ്ങളിലേക്ക് പോയി ഈ ഭൂമിയെ മൊത്തം ഒരൊറ്റ സ്വിച്ചിന് നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അണുവായുധങ്ങൾ കൂട്ടിവെച്ചിട്ട് ഇതാണ് എൻ്റെ നേട്ടം എന്ന രീതിയിൽ അഹങ്കരിക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാം. അവിടെ ഈശ്വരൻ്റെ സംരക്ഷണത്വം മറന്നുപോകുന്നു മനുഷ്യൻ. ആയുധങ്ങളാണ് ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്നത് എന്ന ആ സംരക്ഷണ കവചം അതിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന മൂഢന്മാരെ നമുക്ക് ഇന്ന് ലോകത്തിൽ കാണാം. അപ്പോൾ എല്ലാത്തിനും ആധാരമായിരിക്കുന്നത് പരമസത്യം മാത്രമാണ് എന്ന വലിയൊരു തിരിച്ചറിവ് നമുക്ക് വേണം. ആ തിരിച്ചറിവിലേക്ക് എത്താനായിട്ട് എല്ലാവർക്കും സാധിക്കണം. അതിന് നമ്മൾ സത്യത്തെ അറിയാൻ നമ്മൾ ഈ ദ്വൈത തലത്തെ കടക്കണം. അദ്വൈത ചിന്തയിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ തദ്വത് തസ്മാത് എന്ന സൂത്രം നമുക്കിവിടെ സമാപിപ്പിക്കാം. എല്ലാം ബ്രഹ്മമെന്ന അധിഷ്ഠാനത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല, ബ്രഹ്മത്തിൽ നിന്നുണ്ടായവ തന്നെയാണ്
എന്ന് പറഞ്ഞുകൊണ്ട് മഹാഗുരുവിൻ്റെ ഈ അമൃതവാണികൾ മഹാഗുരുവിലേക്ക് സമർപ്പിക്കുന്നു. ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവർക്കും ധന്യവാദ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രണാമം. ടീച്ചർ പ്രണാമം.